on the days, and with great respect, reverence, happiness, joy and pride, may I humbly request His Lordship, Mr. Justice Bechu Kurian Thomas, Kerala High Court, who is going to inaugurate this program as a chief guest, to kindly please move on to the dais. ഈ സെമിനാറിന്റെ തുടർന്ന നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി നാരായണനെ ക്ഷണിക്കുകയാണ്. ബഹുമാന്യരെ, നമ്മൾ നിശ്ചയിച്ചതിലും സ്വല്പം വൈകിയാണ് പരിപാടി തുടങ്ങുന്നത്. ഈ സെമിനാറിലെ സ്വാഗത ഭാഷണത്തിന് വേണ്ടി സെമിനാർ കമ്മിറ്റി ചെയർമാൻ ശ്രീ KT ജോസഫിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരെ, ബഹുമാന്യരെ, ഹോസ്ദൂർ ബാർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം കേരള സബോർഡിനേറ്റ് ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് ഇന്ന്. 1949 ജൂലൈ മാസം 4-ാം തീയതി ഹോസ്ദുർഗിൽ പ്രവർത്തനം ആരംഭിച്ച മുൻസിഫ് കോടതി അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി കൊണ്ടാടുന്ന ഈ ആഘോഷവേളയിൽ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് 4:30 മണിക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി അവരുകൾ നിർവഹിക്കും. അതിന്റെ ഭാഗമായി റോൾ ഓഫ് ജുഡീഷ്യറി ഇൻ അപ്ഹോൾഡിംഗ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവേണൻസ് എന്ന വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ ഒരു സെമിനാർ സംഘടിപ്പിച്ചിരിക്കുകയാണ്. 1949 ജൂലൈ മാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഭരണഘടന സ്വീകരിക്കുന്നതിന് മുൻപ് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുൻപ് പ്രവർത്തനം ആരംഭിച്ച ഈ കോടതിയിൽ സേവനമനുഷ്ഠിച്ച് കടന്നുപോയ ബഹുമാന്യരായ ന്യായാധിപന്മാരെയും ബഹുമാന്യരായ അഭിഭാഷകരെയും കോടതി ജീവനക്കാരെയും അതുപോലെ ഗുമസ്തന്മാരെയും കൃതജ്ഞതാപൂർവം ഞാൻ അനുസ്മരിക്കുന്നു. ഒപ്പം ഈ പ്ലാറ്റിനം ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും ഹൃദയപൂർവ്വം നിങ്ങൾക്ക് നേരുകയും ചെയ്യുന്നു. ബഹുമാന്യരെ, നമുക്കറിയാം, ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അതിന് കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത് നിരവധി ജീവനുകളും ജീവിതങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ അമൂല്യമായ ഒന്നാണ്. ആ സ്വാതന്ത്ര്യം അതിന്റെ സൗരഭ്യം ചോരാതെ, അതിന്റെ സൗന്ദര്യം ചോരാതെ, അതിന്റെ സ്വാതന്ത്ര്യത്തിൽ തന്നെ അനുഭവിക്കണമെങ്കിൽ ഒരു നല്ല ഭരണഘടന ആവശ്യമാണെന്ന് കണ്ട നമ്മുടെ നേതാക്കന്മാർ ഏകദേശം 3 വർഷത്തോളം, കൃത്യമായി പറഞ്ഞാൽ 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ആവശ്യമായ പഠനങ്ങൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ നല്ല ഭരണഘടനകൾ അപഗ്രഥിച്ച് പഠിച്ചതിന് ശേഷം നമുക്ക് കൊള്ളാൻ പറ്റുന്ന നല്ലത് കൊള്ളുകയും
അതനുസരിച്ച് ഇന്ത്യക്ക് ഉതകുന്ന രീതിയിൽ, ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിന് അനുയോജ്യമായ രീതിയിൽ തനതായും ഒരു ഭരണഘടന നിർമ്മിക്കുകയും ചെയ്തു. ആ ഭരണഘടന എന്ന് പറയുന്നത് പരമാധികാരം ജനങ്ങളിലാണെന്ന് പറയുന്ന ഭരണഘടന, ജനാധിപത്യവും മതേതരത്വവും നിയമവാഴ്ചയും ഉറപ്പുവരുത്തുന്ന ഭരണഘടന, സ്ത്രീകൾക്കും കുട്ടികൾക്കും സാമൂഹികമായി വിദ്യാഭ്യാസമില്ലാത്തവർക്കും പിന്നോക്കം നിൽക്കുന്നവർക്ക്, അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനായി അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന്, അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണം നടത്തണം എന്ന് പറയുന്ന ഒരു ഭരണഘടന. അയിത്തം, ഉച്ചനീചത്വം അത് അക്ഷരാർത്ഥത്തിൽ ഉച്ചാടനം ചെയ്ത ഒരു ഭരണഘടന. അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടന. ജീവിതം എന്ന് പറയുന്നത്, ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശമാണ്. അഭിമാനത്തോടെയും അന്തസ്സോടെയും ജീവിക്കാനുള്ള ഒരു അവകാശമാണ്. അത് കേവലം മൃഗതുല്യമായ ഒരു ജീവിതമല്ല എന്ന് പറയുന്ന ഒരു ഭരണഘടന. ഒരു കുറ്റത്തിന് ഒരു ശിക്ഷ എന്ന് പറയുന്ന ഭരണഘടന. അതുപോലെ തന്നെ കുറ്റാരോപണത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഗ്രഹമുള്ള രീതിയിൽ നിയമത്തിന്റെ പരിരക്ഷ ലഭ്യമാകുന്നതിന് ആവശ്യമായ സാഹചര്യം ഒരുക്കുന്ന ഒരു ഭരണഘടന. മതന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവർക്കും, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും പരിരക്ഷ നൽകുന്ന ഭരണഘടന. അങ്ങനെ എല്ലാ തലത്തിലും ഞാൻ സമയക്രമം അതിക്രമിച്ചിരിക്കുന്നതുകൊണ്ട് ചുരുക്കുകയാണ്. അങ്ങനെ എല്ലാ തലത്തിലും ഒരു പൗരന്, ഒരു വ്യക്തിക്ക്, വ്യക്തി ചേരുന്ന സമൂഹത്തിന്, സമൂഹം ചേരുന്ന രാഷ്ട്രത്തെ ശരിയായ പന്ഥാവിലൂടെ ചരിപ്പിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും വ്യക്തവും വ്യവസ്ഥാപിതവുമായി എഴുതിയ ഒരു ഭരണഘടന. ആ ഭരണഘടനയുടെ അപജയം എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ആര് എന്ന് ഇന്നത്തെ ചർച്ചയിൽ തീർച്ചയായും ഒരു സംവാദം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ പ്രതീക്ഷകൾ പൂവണിയാൻ, അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുമാറായിരുന്ന ഒരു നല്ല ഭരണഘടന ഉണ്ടായിട്ടും എവിടെയെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ സംഭവിച്ചു, ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് എവിടെയെങ്കിലും അപച്യുതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ സംഭവിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി നമ്മുടെ ബഹുമാന്യരായ അതിഥികൾ നിങ്ങളോട് സംസാരിക്കും. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ഈ ബാറിലെ മുതിർന്ന അഭിഭാഷകനും അതുപോലെ തന്നെ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറുമായ ബഹുമാന്യനായ അഡ്വക്കേറ്റ് പി നാരായണൻ അവറുകളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും കമ്മിറ്റിക്ക് വേണ്ടിയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജ്, കാസർഗോഡിന്റെ ചാർജുള്ള ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അവറുകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈസ് എ ഗ്രേറ്റ് സൺ ഓഫ് എ ഗ്രേറ്റ് ഫാദർ. ജസ്റ്റിസ് KT തോമസ് അവറുകളുടെ പുത്രനാണ്. ഇന്ത്യക്ക് പിൽക്കാലത്ത് നാഴികക്കല്ലുകളായി മാറിയ നിരവധി ജഡ്ജ്മെന്റുകൾ, വിധി പ്രസ്താവങ്ങൾ ഭാരതത്തിന് നൽകിയ മഹാനായ ഒരു ന്യായാധിപൻ. അദ്ദേഹം മഹാനായതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജഡ്ജിയും മഹാൻ തന്നെയാണ്. കാരണം കാര്യമാത്ര പ്രസക്തങ്ങളല്ലാത്ത സാങ്കേതിക കാരണങ്ങൾ വകവയ്ക്കാതെ നിയമവും മനുഷ്യത്വവും സത്യവും മാത്രം കണക്കിലെടുത്ത് വിധിന്യായങ്ങൾ പ്രസ്താവിക്കുന്ന ഒരു ന്യായാധിപനാണ് എന്ന കാര്യത്തിൽ KLTയും KHCയും വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അദ്ദേഹത്തെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ, ബഹുമാനത്തോടെ, ആദരപൂർവം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും കമ്മിറ്റിക്ക് വേണ്ടിയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തതായി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാറാണ്. അദ്ദേഹം മുൻ ലോകസഭാ അംഗമാണ്, അഭിഭാഷകനാണ്, സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്.
നല്ലൊരു പ്രസംഗകനും കൂടിയാണ്. അദ്ദേഹത്തെ ഈ വിഷയ അവതരണത്തിനായി ക്ഷണിക്കുമ്പോൾ രണ്ടഭിപ്രായം ഞങ്ങൾക്ക് കമ്മിറ്റിക്കില്ലായിരുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കമ്മിറ്റിക്ക് വേണ്ടിയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ മറ്റൊരു വിഷയാവതാരകൻ ബഹുമാന്യനായ ആസിഫ് അലി സാറാണ്. അദ്ദേഹം മുൻപ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്നു. ഒട്ടനവധി പ്രമാദമായ കേസുകളിൽ നമ്മുടെ ഹൈക്കോടതിയിൽ ഹാജരാകുകയും അങ്ങനെ അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം തെളിയിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാവർക്കും സുപരിചിതനായ മലബാറിന്റെ പുത്രനായ ആസിഫ് അലി സാറിനെ അഭിമാനത്തോടെ, ബഹുമാനത്തോടെ, സന്തോഷത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുക. ഇനി എന്റെ സുഹൃത്തും നമ്മുടെ ഈ ബാറിലെ അംഗവും ഈ പ്രോഗ്രാമിന്റെ ഫിനാൻസ് കമ്മിറ്റി ചെയർമാനും ആയിട്ടുള്ള ശ്രീ കെ രാജേന്ദ്രൻ അവർകളാണ്. അദ്ദേഹത്തെ സന്തോഷപൂർവ്വം അദ്ദേഹമാണ് കൃതജ്ഞത അർപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയും ഈ കമ്മിറ്റിക്ക് വേണ്ടിയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം അർഹിക്കുന്നത് തീർച്ചയായും ഇതിന്റെ എല്ലാം പിന്നിൽ ധാരാളം അധ്വാനം ചെയ്ത എല്ലാവരും തന്നെയാണ് മുൻപിലിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഈ പ്രോഗ്രാം സംഘാടക സമിതി ചെയർമാൻ ജോസാറുണ്ട്, ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരുണ്ട്, MLA ബഹുമാനപ്പെട്ട ചന്ദ്രശേഖരൻ അവർ, അതുപോലെ തന്നെ ന്യായാധിപന്മാർ, മറ്റ് ബാറുകളിൽ നിന്ന് പയ്യന്നൂരിൽ നിന്ന് കാസർഗോഡ് നിന്നും വന്ന ബഹുമാന്യരായ അഭിഭാഷകരുണ്ട്, ഇവിടുത്തെ തന്നെ മുതിർന്ന അഭിഭാഷകരുണ്ട്, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഉണ്ട്, നമ്മുടെ വക്കീൽ ഗുമസ്തന്മാർ, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി സന്തോഷപൂർവ്വം, ആദരപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്ത് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. ബഹുമാന്യരെ, ഈ സെമിനാറിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാം ആദരണീയനായ കേരള ഹൈക്കോടതിയുടെ ബഹുമാന്യനായ കാസർഗോഡ് ജില്ലയുടെ ചാർജുള്ള ഹിസ് ലോർഡ്ഷിപ്പ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് സാർ അവരെ ക്ഷണിക്കുന്നു. President of this function, Advocate Sri P. Narayanan, resource persons for this seminar today, Advocate Sri T. Asif Ali and Dr. Sebastian Paul, other distinguished members on the dais, judicial officers, the member of Legislative Assembly, respected members of the legal fraternity, and my dear friends. ഇംഗ്ലീഷ് ഭാഷയിലുള്ള ടോപ്പിക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇംഗ്ലീഷ് പ്രസംഗമായിരിക്കണം പറയണമെന്ന്. അതുകൊണ്ട് മനസ്സിൽ കുറിച്ച 1-2 കാര്യങ്ങൾ ഇംഗ്ലീഷിലാണ്. അത് മലയാളത്തിലാക്കുന്നതിന് പ്രയാസമില്ല. എന്നിരുന്നാൽ പോലും ചില ആംഗലേയ ഭാഷകൾ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ള ഒരു ടോപ്പിക് ആയതിനാൽ ഞാൻ ഇംഗ്ലീഷിലേക്ക് തന്നെ മാറ്റുന്നു. കേൾവിക്കാർ കൂടുതലും അഭിഭാഷകരുമായി ഇടപെട്ടിട്ടുള്ളവരോ ആയതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നതിൽ പ്രയാസമില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലേക്ക് മാറുന്നു. I really feel humbled while standing here for more reasons than one. In the judicial hierarchy of administration of districts, Kasaragod is the last 14th district. 14 judges are given charge of each district. Today I feel honored, immensely honored, to have taken charge of Kasaragod district as an administrative judge in charge. One, because
I get an opportunity to participate in this Platinum Jubilee celebrations of this great Hosdur quotes, which I've always heard from my days as a law student. And second, to inaugurate this seminar, which I do not know whose brainchild is this, but the topic is of immense importance, especially in the present day times. Role of judiciary in upholding the constitutional governance. Emphatically, I would say that the role of judiciary is immense. It is of vital importance. I do not want to enter into the foray of the resource persons who are going to speak elaborately about this topic, but I would like to mention a few aspects of it. When we, the people of India, who gave unto ourselves this constitution, many in the world said that this constitution is to break down immediately. Ivor Jennings, a constitutional critic, who in fact is a brain behind the Sri Lankan constitution, said Indian constitution will not last more than 7 years. We are now at 7 decades. Our constitution still remains good. Ivor Jennings also said, this constitution is too long, too rigid, too prolix, that it is a lawyer's paradise and it's going to be people's hell. But what happened in the last 7 decades and more is that because this constitution became a lawyer's paradise, it has become a people's paradise too. Our country had the benefit of each one of you lawyers, the benefit of the lawyers arguing for the rights of the people. When in A.K. Gopalan's case, the Supreme Court held that right to life is a mere animal existence. We have reached a stage where, from animal existence, courts have upheld and interpreted the word right to life as right to live with human dignity, with all the beauty of life. This is where the role of judiciary in upholding the constitutional governance came into being. The principles of judicial review have been elaborated by the courts. It is not just by the constitutional, the written text of the constitution, but it is by the interpretation given by the courts to every word in the constitution that has helped us to live a life which we are now enjoying. We are free to talk anything. We are free to move around. We are free to interact. We are free to associate. We are free to shout. All because the courts have infused life, breathed life into every word of the Constitution. This document called the Constitution is very dynamic because the courts have infused life. Hans Kelsen, a German philosopher, legal philosopher, who had a treatise called Pure Theory of Law, he said constitution is a grand norm. Grand norm means basic norm of every law. So if every law that emanates from the constitution has its basis in the constitution, then what the role of the judiciary is probably the most important thing in upholding the constitutional governance, because we have given to ourselves a socialist, secular, democratic republic, committed to liberty of people, equality of people, and rights of every people. So therefore, when courts interpret every word, they are interpreting the Constitution to see to it that the government maintains and upholds the rule of law. I would like to give you one instance. There's been a recent clamor or recent whispers from around the parts of the country that it is a parliament that is supreme. I would like to assert it is not the parliament that is supreme. It is not the judiciary that is supreme, but it is the constitution that is supreme.
This is not just my viewpoint of it. This is a rule of law declared by the Supreme Court in a very famous case. I'm sure many of you would have read it. It is called In Re Powers, Privileges and Immunities of the State Legislature in 1965, AR 1965, Supreme Court 745, where a dispute arose between the UP Vidhan Sabha and one journalist. A journalist who published an article was hauled up for contempt of house by the UP legislature and was directed to be produced in contempt. He straight away went to the High Court. The High Court granted a stay of that order. The legislature sat again and took contempt of house against the judge who granted it. The judge and the journalist approached the division bench. The division bench stayed that order. The legislature hauled up the two judges in contempt. The two judges and the journalist again moved the full court. All judges of the Allahabad High Court sat together and said they stayed that order of the legislature, of the speaker. By the time the legislature was thinking about taking contempt against all the judges of the High Court of Allahabad, the president interfered and referred the matter for consideration to the Supreme Court in its power in the president's power under Article 143 to seek opinion of the Supreme Court. In a beautiful judgment of 6-1 majority, the Supreme Court held in the UP Vidhan Sabha's case, known famously as the UP Vidhan Sabha's case, that it is not the legislature that is supreme, it is not the parliament that is supreme, it is not the judiciary that is supreme, it is the constitution that is supreme. Constitution confers a right of personal liberty upon every individual. No institution, however high it may be, cannot entrench upon the rights of every individual citizen, because a constitutional ethos is a right of every individual citizen. And when that individual moves the court for enforcement of his fundamental right, because Article 21 says no person shall be deprived of his life or liberty except according to procedure established by law. And when a person says my right is being infringed by a procedure not contemplated by law, I have a right to move the court to enforce it. Therefore, a court granting a stay or preventing an arrest has every authority under the Constitution to do so. It cannot be hauled up for contempt of the House. This is the role of judiciary in upholding the constitutional governance, because our constitutional governance gives primary importance to each one of us, the individuals. We are the ones for whom the government rules. We are the ones who rule the country. We are the ones for whom the entire nation exists. Therefore, I would express my gratitude for the organizers for selecting this topic at a time when there are thoughts about overlooking or overcoming the basic structure of the Constitution. If the judicial review is taken away, if the power of an individual, the individual liberty is taken away, then it is only the courts that can come to the aid by upholding the basic structure of the Constitution. And I remember that Keshavananda Bharati case, which brought about the basic structure theory into the Constitution of India, actually hails from Kasaragod. That is why in the beginning I said I am honored and humbled in standing here to talk about this topic. As regards the two resource persons, Advocate Sri Asaf Ali and Dr. Sebastian Paul, are worthy persons. I am also looking forward to hearing them speak about this topic so that all of us will be truly enlightened today. Thank you very much. I inaugurate this seminar on the role of judiciary in upholding the constitutional governance. Thank you and wish the program very best. ബഹുമാന്യായ ഉദ്ഘാടകൻ കേരള ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ്,
എൻ്റെ വിദ്യാർത്ഥി സംഘടനാ കാലത്തെ സഹപ്രവർത്തകൻ കൂടിയായ കേരളത്തിലെ പ്രമുഖ അഭിഭാഷകൻ ശ്രീ ടി അസഫ് അലി, പ്രമുഖ മാധ്യമ പ്രവർത്തകനും അഭിഭാഷകനും പ്രഭാഷകനുമായ മിസ്റ്റർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ കെ ടി ജോസഫ്, കെ കെ രാജേന്ദ്രൻ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഞാൻ ഈ വിഷയത്തെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഭരണഘടനാ പരിപാലനത്തിൽ ജുഡീഷ്യറിയുടെ പങ്ക് എന്നതാണ് ഈ വിഷയത്തിൻ്റെ മലയാള പരിഭാഷ. ഈ വിഷയത്തെ പുരസ്കരിച്ച് നമ്മുടെ ബഹുമാന്യനായ ഹൈക്കോടതി ജഡ്ജി അവർകൾ അതിൻ്റെ കാതലായ വശങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടക്കേണ്ട ഒരു ഉത്സവ പറമ്പിൽ അമിട്ട് പൊട്ടിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുമാത്രമല്ല, നമ്മുടെ ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനം ബഹുമാന്യനായ ചീഫ് ജസ്റ്റിസ് 4:30 മണിക്ക് നിർവഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തെ പുരസ്കരിച്ച് സംസാരിക്കാൻ വേണ്ടി എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ ടി അസഫ് അലി ക്ഷണിക്കുന്നു. Dear President Mr. Narayanan, most respected Honorable Mr. Justice Vechu Kurian, former Parliament member and former MLA, an eminent lawyer, Dr. Sebastian Boll, Mr. Rajendran, Mr. K.T. Joseph, dear friends, I am called upon to speak on a topic, the role of judiciary in the constitutional governance. Honorable Mr. Justice Sri Vechu Kurian, in his inaugural speech, made very illuminating aspects in his short speech. Dear friends, this Hosturg had a glorious history of administration of justice. The Hosturg was part and parcel of Tellicherry. Tellicherry courts, second oldest courts in the world. The first oldest court is US Supreme Court. It was established in 1801. I feel proud of standing before you to address on a topic. Dear friends, we got a constitution lengthiest in the world. Our constitution has various peculiar characteristic features. Supreme US Constitution is more than 200 years. It has only 7 articles and so far made only 27 amendments. Our Constitution now 448 provisions and 106 amendments. Our Constitution is a written Constitution, but there are various unwritten provisions and invisible provisions. If you are going through the Constitution, that is not the thing happening. Just before my respectful Judge Sri Vechu Kurian said the judicial supremacy. The late senior advocate Mr. Falius Nariman once said, the role of judiciary in India. He would say that the early stages of our republic, the role of Indian judiciary is
just like an umpire in a cricket match. Umpire used to stand behind the wicket, and when the players goes wrong, he used to whistle. But after Keshavananda Bharati, the role of Indian judiciary has totally changed. Assumed the role of a referee in a football ground. He used to run after players and whistle and penalize them, declaring penalty. When the executive goes wrong, there is a strong referee behind us to correct an erring an erring executive. But at the time of early days of Constitution, this was not the picture. What Sri Nariman said is perfectly correct, I would say. Some of the judgment of the Supreme Court made things worse. It was corrected by executive, a very prominent, eminent leaders, Pandit Jawaharlal Nehru, Patel and others. Why the first constitutional amendment was necessitated is the best example for it. We know the first constitutional amendment was enacted by provisional parliament. There was no Rajya Sabha, there was no legislative assembly, only provincial assemblies. Only the temporary parliament enacted and made first constitutional amendments, which is the foundation of our constitution, I would say. Alladi Krishnaswamy Iyer said, this is the second constitution. What was the need for enacting first constitutional amendment is an eye-opener to all. It was in view of a judgment of the Madras High Court as well as the Supreme Court in Chambagam, Rajendran versus State of Madras. That is a simple judgment. Madras government issued an order. It is known as communal order. Some of the seats were reserved. That order would say some of the seats were reserved for non-Brahmin in the Madras Medical College and Madras Engineering College. Non-Brahmin 6, Brahmin 2, Muslim 1, Anglo-Indian Christians and Europeans 1, others 2, Harijans 2. It was challenged before the Madras High Court. Madras High Court would say this is unconstitutional. Because Article 15 would say equal, there cannot have any discrimination on the ground of caste, color, religion, etc. Article 15 very clearly would say prohibition of discrimination on the ground of religion, race, caste, sex or place of birth. Article 29(2) would also say no citizen shall be denied admission into any educational institution maintained by the state receiving aid out of the state funds on ground only of religion, race, caste, religion. Quoting these two provisions, Madras High Court as well as Supreme Court said this GO is known as communal GO is unconstitutional. Because 16(2) would say there is some provision in the constitution for reservation. അങ്ങനെ ഒരു റിസർവേഷൻ ഉണ്ടായിരിക്കുന്ന അവസരത്തിൽ ഹിന്ദുസ് ആൻഡ് ഹരിജൻ other backward communities, Harijan Hindus and other communities, there cannot have any reservation. The relevant portion, it is in the circumstances impossible to say classes of people other than Harijans and backward Hindus can be called backward classes. That is why the GO was declared null and void.
Pandit Jawaharlal Nehru and Patel strongly opposed, because the judiciary interpreted constitution in a technical, mechanical manner. And first amendment was mooted by incorporating a provision in the constitution, Article 15(4). That is the beginning of the reservation in the history of India. You just imagine if there is no reservation for other backward communities other than SC and ST. This Article 15(4), nothing in the article and clause 2 of the 29 shall prevent the state from making any special provision for advancement of any socially and educationally backward classes of citizens or for scheduled tribes and scheduled castes. ആ ഭേദഗതിയാണ് ഇന്ത്യയിൽ സംവരണത്തിന്റെ ആരംഭം കുറിക്കുന്നത്. ഈ ഭേദഗതി ഉണ്ടായിരുന്നില്ല എങ്കിൽ വിദ്യാഭ്യാസപരമായി സാമൂഹ്യപരമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ വാതായനങ്ങൾ കൊട്ടിയടക്കപ്പെടുമായിരുന്നു. അപ്പൊ ജുഡീഷ്യറി ഇന്റർപ്രറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ഇറ്റ് വാസ് എനാക്റ്റഡ്, and the first time in the history Article 15(4) was incorporated in the constitution and made a signal contribution and very big revolution in the case of reservation. It was challenged later and upheld. That is Shankari Prasad versus State of Union of India is the case. And the constitution at the early stage, just imagine, ജഡ്ജിമാരെല്ലാം ജമ്മിമാരുടെ പ്രതിനിധികളാണ് എന്ന ആരോപണമായിരുന്നു. Because after commencement of the constitution, UP, Madhya Pradesh, Bihar enacted 3 important land reforms act. Those 3 land reforms act was really a revolutionary piece of legislation in the history of India. ആ 3 ലാൻഡ് റിഫോംസ് നിയമങ്ങളും സുപ്രീം കോടതിയും പാറ്റ്ന ഹൈക്കോടതിയും സുപ്രീം കോടതിയും മധ്യപ്രദേശ് ഹൈക്കോടതിയും ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. ബിക്കോസ് പ്രോപ്പർട്ടി റൈറ്റ് ഇസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. അത് നമ്മുടെ രാജ്യത്തിന്റെ, because tens of thousands of tenants who were holding the lands were rendered landless by virtue of this Supreme Court judgment, as well as the judgment of the Patna High Court, Madhya Pradesh High Court and Allahabad High Court. How to get rid of the situation? When Advocate General VKP Chari sent a letter to Pandit Jawaharlal Nehru to make amendments in the Article 31 and to insert a new schedule and giving immunity regarding all laws relating to land reforms. That was the beginning of, which made a law beyond the judicial preview. The court cannot interfere and declare it null and void. ഈ 9ാം പട്ടികയുടെ ആരംഭം 1ാം ഭരണഘടനാ ഭേദഗതിയിൽ കൂടിയായിരുന്നു. 1ാം ഭേദഗതി ഉണ്ടായിരുന്നില്ല എങ്കിൽ നമ്മുടെ രാജ്യത്തെ ലാൻഡ് റിഫോംസ് നിയമങ്ങളെല്ലാം, that is what I am coming to the point what Nariman said at the early stages of constitution. Our judiciary was acting as a umpire in a cricket match. But now the things are totally different. I will come to the 4th judge's case is the best example for it. Again, just imagine Article 19(2). We are all celebrating Article 92, freedom of speech and expression. In American Constitution, freedom of speech and press, freedom of press. But our Constitution, Article 19(2), 19(1)(a) would say freedom of speech and expression.
When there was a debate in the Constituent Assembly, Ambedkar would say, in American Constitution, freedom of speech, freedom of press, not freedom of speech and expression. അവിടുത്തെ പത്രക്കാരനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ജനകോടികൾക്ക് നൽകിക്കൊണ്ടാണ്, without mentioning press, freedom of speech and expression given to all. In the case of America, it is only given to those who are in the chamber of the press, in the chamber of the newsprint, newspaper owners. But this right has been given to millions of Indians. There lies the difference. But what about the restriction on Article 19(2)? At the beginning of the Constitution, the restrictions were only confined to 4 grounds: decency, morality, contempt of court, and defamation. Interpreting these 4 restrictions, the Supreme Court as well as High Court made so many judgments, and which created chaotic situation in the beginning. That was why some drastic amendments was incorporated in the Article 19(2). That was why the security of state, public order, friendly relationship with foreign countries, incitement to an offense, these 4 grounds were also incorporated, that too in the first constitutional amendment. Just imagine under what circumstances the public order and public safety was incorporated in the judgment in the Constitution. That too based on some judgments of the High Court as well as Supreme Court. Immediately after partition, there was widespread communal riots all over India. And as per the statistics, by May 1947, some 9,000 people had been killed in communal riots. The death toll would later rise to figure between 2 lakhs and 6 lakhs. And all the important newspapers given wide publicity and published news items that this much a number of Hindus, this much a number of Muslims were massacred. Because there is no restriction. If there is a restriction on the ground of public order and public safety, the newspaper may not be able to publish. But unfortunately, our freedom of speech and expression was unfettered. A very important judgment was passed by Supreme Court, the Ramesh Thapar versus State of Madras. Ramesh Thapar is the printer and publisher of a newspaper in Bombay. It was under the control of the Communist Party. Communist Party was banned in Madras. This Crossroad started publishing, distributing, circulating in Madras. Madras government issued an order under Madras Public Safety Act banning Crossroad. It was challenged before Supreme Court. That banning order was challenged by Thapar. He straight away filed a writ petition in Supreme Court by invoking Article 32. Supreme Court said you cannot ban, because if you got the right to publish, they got every right to circulate. Because there is no ban, there is no restriction under Constitution. If there is any law and order, you cannot ban. First time in the history, the restriction on public order was incorporated in the Constitution as per the first constitutional amendment. You know how the incitement on offense, ഒരു കുറ്റം ചെയ്യാനുള്ള പ്രേരണ, നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം കുറ്റം ചെയ്യുവാനുള്ള പ്രേരണയിലേക്ക് പാടില്ല എന്ന ഭേദഗതി ഭരണഘടനയിലെ 19(2) എഴുതി ചേർത്തത് വളരെ വിചിത്രമായ ഒരു സാഹചര്യത്തിലായിരുന്നു.
that too based on a judgment of the Patna High Court. When Shaila Devi published Shaila Devi was keeper of a printing press in Bharati. അവരൊരു വാർത്ത പ്രസിദ്ധീകരിച്ചു. ആ വാർത്തയിൽ അവരൊരു കമന്റ് എഴുതി, I am bloodthirsty goddesses Kali who lives and moves about cremation ground. I am thirsty, I want blood, etc. etc. That was banned by Bihar government. In that, by invoking a British legislation, Indian Press Emergency Powers Act അനുസരിച്ചിട്ട് ഭരണഘടന വന്നതെന്ന് നോക്കാതെ ആ ബ്രിട്ടീഷ് ഭരണകാലത്ത് മഹാത്മാഗാന്ധിയുടെ പട്ടേലിന്റെ തിലകന്റെ നാവടക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു നിയമമാണ് ഇന്ത്യൻ പ്രസ് എമർജൻസി പവേഴ്സ് ആക്ട് 1931. അതനുസരിച്ച് ബാൻ ചെയ്തു. പാറ്റ്ന ഹൈക്കോടതി അത് സെറ്റ് ആ ബാന് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, അതിലൊരു കമന്റ് ആണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും പട്ടേലിനെയും ഇൻസൈറ്റ്മെന്റ് ഓഫ് എൻ ഒഫൻസ് എന്ന റെസ്ട്രിക്ഷൻ ആർട്ടിക്കിൾ 19(2) എഴുതി ചേർക്കാൻ കാരണമായത്. I would like to read the comment. In the concluding paragraph of the judgment, one of the judges, Justice Saroj Prasad, observed that even a person who preached murder and incited violence had the freedom to do so under Article 1A of the Constitution. ഭരണഘടനയിലെ ഈ അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ച് ഒരാളെ കൊല്ലാൻ ആഹ്വാനം ചെയ്താൽ പോലും you will get the protection of Constitution under Article 1A. പാർലമെന്റിൽ ചൂടുപിടിച്ച ചർച്ച വന്നപ്പോൾ ആചാര്യ കൃപലാനി പറഞ്ഞു, റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ആ ഭാഗം വയലന്റ് ക്രൈം ആക്കി മാറ്റണം. അല്ലാതെ there cannot have an incitement and offense, non-violent crime. അന്ന് നമ്മളെ മാതിരിയുള്ള ഈ വൈറ്റ് കോളർ ക്രൈം ഒന്നും ഇല്ലാത്തതാണ്, ക്രൈം വിത്തൗട്ട് വയലൻസ്. അപ്പൊ രാജഗോപാലാചാരി ചോദിച്ചു, മദ്രാസ് പ്രസിഡൻസിയിൽ പ്രൊഹിബിഷനാണ്, മദ്യം കുടിക്കാൻ പാടില്ല. ഒരാൾ പ്രേരിപ്പിക്കുകയാണ്, എടോ നീ കുറച്ച് കുപ്പിയെടുത്ത് കുടിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് ഒഫൻസാണ്. അപ്പൊ വയലന്റ് ഒഫൻസ് മാത്രമാണ് ഇൻസൈറ്റ്മെന്റ് ഒഫൻസ് എന്ന് എഴുതി ചേർത്താൽ, അംബേദ്കർ പറഞ്ഞു, ലോ മിനിസ്റ്റർ, ഹിന്ദു സമുദായത്തിൽപ്പെട്ട പിന്നോക്ക ജാതിക്കാരെ അൺടച്ചബിലിറ്റി ഈസ് ആൻ ഒഫൻസ്. പിന്നോക്ക ജാതിക്കാരെ അമ്പലത്തിൽ കയറ്റാൻ പാടില്ല, അവനോട് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഒഫൻസാണ്. അപ്പൊ വയലന്റ് ഒഫൻസ് മാത്രം, ഇൻസൈറ്റ്മെന്റ് ഓഫ് വയലന്റ് ഒഫൻസ് എന്ന് മാത്രം എഴുതി നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളെക്കാളും ദൂരക്കാഴ്ചയുള്ള ഫസ്റ്റ് പാർലമെന്റിലെ മെമ്പർമാരുടെ ദൂരക്കാഴ്ചയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നത്. Just imagine now, most of the crimes are white collar crimes, non-violent crimes. You can make chaotic situation by committing non-violent crime. അങ്ങനെയാണ് ഭരണഘടനയിൽ 19(2) ഇൻസൈറ്റ്മെന്റ് ഓഫ് എൻ ഒഫൻസ് എന്നത് എഴുതി ചേർക്കേണ്ട സാഹചര്യം വന്നത്. അഗൈൻ ജസ്റ്റ് സി, ഞാനൊക്കെ പഠിക്കുന്ന കാലത്തെ ആലോചിക്കും, ഈ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഫോറിൻ കൺട്രി എന്ന ഒരു റെസ്ട്രിക്ഷൻ എന്തിനാണ് വെച്ചിട്ടുണ്ടായിരുന്നത്? അതിന്റെ കാരണം അതിനേക്കാൾ വിചിത്രമാണ്. Because immediately after partition there was a pact, Nehru-Liaquat Ali Pact. My time is only 30 minutes. Nehru-Liaquat Ali Pact ഈ അഭയാർത്ഥികളെ കൈമാറുന്നത് സംബന്ധിച്ചാണ്. ആ പാക്റ്റിൽ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷയില്ല, അതുകൊണ്ട് പാകിസ്ഥാനെ ഒരു യുദ്ധം ചെയ്ത് ഇന്ത്യയോട് ചേർക്കണമെന്ന് ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി പ്രസംഗിച്ചു. It was not amenable for any settlement in spite of these earnest efforts made by Pandit Jawaharlal Nehru and Patel to exercise some restraint with regard to these type of speeches. He did not agree. അവസാനം ഭരണഘടനയിലെ റെസ്ട്രിക്ഷനിൽ ഇത് എഴുതി ചേർക്കുന്ന അവസരത്തിൽ വളരെ ചൂടുപിടിച്ച ചർച്ചയുണ്ടായി. അപ്പൊ നെഹ്റു അതിന് പറഞ്ഞൊരു കമന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്.
Suppose you do something which seems to us to incite to war. Do you think we ought to remain quiet, await the war to come? We cannot imperil the safety of the whole country. ഒരു അയൽരാജ്യത്തോട് നിങ്ങൾ യുദ്ധം ചെയ്തവർ കീഴടക്കണമെന്ന് പരസ്യമായി പറഞ്ഞാൽ യുദ്ധം വരുന്നത് വരെ നമുക്ക് കാത്തു നിൽക്കാൻ പറ്റുമോ? Whole nation in the name of some fancied freedom which puts an end to all freedoms. We are living in a very delicate state of affairs in this world when words, whether oral or written, counts. They make a difference for good, for the bad. A bad word set out of place may create a grave situation. It opens. ഞാനതാ പറയുന്നത്, ഭരണഘടന നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന മെമ്പർമാരെക്കാളും നമ്മുടെ ഒന്നാം പാർലമെന്റിലെ അംഗങ്ങൾ വളരെ ദൂരക്കാഴ്ചയുള്ളവരാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തലമുതിർന്ന നേതാക്കന്മാരാണ് ഒന്നാം പാർലമെന്റിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പറ്റിയ മിസ്റ്റേക്ക് പോലും തിരുത്താൻ ഒന്നാം പാർലമെന്റിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഇന്ത്യയിൽ 106 ഭരണഘടനാ ഭേദഗതി വരുത്തിയെങ്കിൽ പോലും ഈ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് ഏറ്റവും പരമപ്രധാനമായ വകുപ്പുകൾ ചേർത്ത്. അതിനെക്കുറിച്ച് പരിഹാസമുണ്ട്. ബിക്കോസ് അമേരിക്കയുടെ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് അവർക്ക് ധാരാളം അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തത്. പക്ഷെ നമ്മളെ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്തത് എന്ന വിമർശനങ്ങളെല്ലാം പാർലമെന്റിൽ ഉണ്ടായിരുന്നു. കമ്മിങ് ടു AK ഗോപാലൻസ് കേസ്, അവിടെയും നമ്മുടെ സുപ്രീം കോടതി, നമ്മുടെ കോടതി ശരിക്ക് ഒരു ക്രിക്കറ്റ് മാച്ചിലെ റഫറിയായി മാറുകയാണ് ചെയ്തത്. AK Gopalan was arrested and he was put to jail under preventive detention. But no person shall be deprived of his life or liberty except in accordance with the procedure established by law. നിയമപ്രകാരം ഉണ്ടാക്കിയ നടപടിക്രമങ്ങളിൽ കൂടിയല്ലാതെ ആരുടെയും വ്യക്തി സ്വാതന്ത്ര്യമോ ജീവനോ ഇല്ലായ്മ ചെയ്യുവാൻ ഭരണകൂടത്തിന് അധികാരമില്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ കേസിന്റെ ഒരു പവിത്രത പ്രത്യേകിച്ച് ഹോസ്ദുർഗിൽ സംസാരിക്കുമ്പോൾ ആ കേസിലെ ഹർജിക്കാരൻ AK Gopalan ഈസ് എ മലയാളി, ഹാജരായ അഭിഭാഷകൻ MK നമ്പ്യാർ ഈസ് ഓൾസോ എ മലയാളി ഫ്രം ദീസ് റീജിയൻ. അപ്പൊ നമ്മൾ ആരും ആലോചിക്കുന്നതിനേക്കാളും അപ്പുറമാണ് MK നമ്പ്യാർ പറഞ്ഞത്. നോ, നിയമപ്രകാരം ഉണ്ടാക്കിയ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് നിയമസഭയോ പാർലമെന്റോ പാസാക്കുന്ന ഒരു നിയമമാണ്. അങ്ങനെ നിയമസഭയോ പാർലമെന്റോ ഒരു നിയമം പാസാക്കിയാൽ എടുത്തു കളയാൻ പറ്റുന്നതല്ല മനുഷ്യജീവനും വ്യക്തി സ്വാതന്ത്ര്യവും. നമ്പ്യാർ went on to say one more thing. മദ്രാസ് അസംബ്ലി ഒരു പ്രമേയം പാസാക്കി ഒരു നിയമം കൊണ്ടുവരികയാണ്, പ്രതിപക്ഷത്തുള്ള എല്ലാവരെയും ഒരു 10 കൊല്ലത്തേക്ക് ജയിലിലിടണം. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണല്ലോ, ക്യാൻ യു ഡു ഇറ്റ്? അപ്പോൾ പറഞ്ഞു, ഡ്യൂ പ്രോസസ് ഓഫ് ലോ, നിയമപരമായ മാർഗത്തിൽ. ആ നിയമം എങ്ങനെയായിരിക്കണം? ഇനി നിയമപരമായ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി ഫെയർ, ഇറ്റ് മസ്റ്റ് ബി റീസണബിൾ, ഇറ്റ് മസ്റ്റ് ബി ജസ്റ്റ്. It should not be unfair, it should not be arbitrary, it cannot be an unjust. ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന എന്താണ്? പക്ഷേ AK Gopalan കേസിൽ ആ ഹർജി തള്ളുകയും സുപ്രീം കോടതി അത് തള്ളുകയും നമ്മുടെ സുപ്രീം കോടതി നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചത് മാത്രം വ്യാഖ്യാനിച്ചു. 28 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് സുപ്രീം കോടതി പറഞ്ഞത്, യുറീക്ക കോൾ, നമുക്കൊരു തെറ്റ് പറ്റിയിരിക്കുന്നു. 28 കൊല്ലം മുമ്പ് നമുക്കൊരു തെറ്റ് പറ്റിയിരിക്കുന്നു, ആ തെറ്റിതാ നമ്മൾ തിരുത്തുന്നു. മനേകാ ഗാന്ധിയുടെ കേസിൽ വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, യു കനോട്ട് ടേക്ക് അവേ the valid freedom and life by enacting a law by parliament or legislative assembly. It is very precious. It must be due process of law. In the heat of argument, the state, Mr. Nirande, who was appearing for the Union of India, argued, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ
B.N. Rao എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ, he visited various countries before framing the constitution. He visited United States. അവിടുത്തെ സുപ്രീം കോടതിയുടെ ജഡ്ജി ഫ്രാങ്ക്ഫർട്ടറുമായി നടത്തിയ സംഭാഷണം പിന്നീട് നൽകിയ ഒരു പുസ്തകത്തിൽ എഴുതിയുണ്ടായി. ഫ്രാങ്ക്ഫർട്ടറോട് ചോദിച്ചു, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ലോ ആണോ ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആണോ നമുക്ക് ചേർക്കാൻ പറ്റിയത്? ഫ്രാങ്ക്ഫർട്ടർ പറഞ്ഞു, ഡോണ്ട് ഇൻകോർപ്പറേറ്റ് procedure due process of law. If it is due process of law, it is a death knell of executive and democratic elected government. അമേരിക്കയിൽ നടക്കുന്നത് അതാണ്. അമേരിക്കയിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? നോ പേഴ്സൺ ഷാൾ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി എക്സെപ്റ്റ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. കോൺഗ്രസ് നിയമം പാസ്സാക്കുന്നു, അതെല്ലാം സുപ്രീം കോടതി എടുത്തു ചാടുന്നു. അങ്ങനെ ഭരണഘടന നിർമ്മാണ സമിതിയിൽ നടത്തിയ ചർച്ച കോട്ട് ചെയ്തുകൊണ്ട് അറ്റോർണി ജനറൽ നിരണ്ടെ പറഞ്ഞു, വാട്ട് റിയലി ഇന്റൻഡഡ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. വി കനോട്ട് ഹാവ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ, ഇറ്റ് മസ്റ്റ് ബി പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. മനേകാ ഗാന്ധിയുടെ ഒരു പാസ്പോർട്ടിനെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ഒരു ചെറിയ കേസാണെന്ന് കരുതിയതാണ്. ഇന്ത്യയിൽ നിന്ന് നിലനിൽക്കുന്നത് ആ കേസും കേശവാനന്ദ ഭാരതി കേസുമാണ്. ഞാനത് എലാബറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, എന്റെ പരിമിതമായ സമയം. അപ്പൊ നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം, ഈ മനേകാ ഗാന്ധിയുടെ കേസോടുകൂടി കേശവാനന്ദ ഭാരതി കേസിൽ ആരംഭിച്ചു. മനേകാ ഗാന്ധിയുടെ കേസിലെത്തുമ്പോൾ നെരിമാൻ പറഞ്ഞത് ശരിയാണ്. ഇന്ത്യൻ ജുഡീഷ്യറി ഹാസ് സ്റ്റാർട്ടഡ് ആക്ടിംഗ് ആസ് എ റഫറി ഇൻ എ ഫുട്ബോൾ ഗ്രൗണ്ട്. The last judgment of the Supreme Court with regard to the privileges of the MLAs and MPs in committing crime and receiving bribe, Supreme Court said it is a crime, he is liable to be prosecuted. In the electoral bond case also, you cannot conceal and secret. There is nothing secret. Open it. അപ്പോഴാണ് ജുഡീഷ്യറിയാണ് ഇന്ത്യയെ നിലനിർത്തുന്നത്. ഈ രാജ്യം നിലനിൽക്കുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയാണ്. കേശവാനന്ദ ഭാരതി കേസ് നടക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു പുസ്തകമുണ്ട്, അന്ത്യാർജുനൻ എഴുതി. അതിൽ പറയുന്നത്, ഇറ്റ് വാസ് നോട്ട് എ മിയർ കേസ്, ഇറ്റ് വാസ് എ സ്ട്രഗിൾ ഫോർ സുപ്രീമസി ബിറ്റ്വീൻ പാർലമെന്റ് ആൻഡ് ജുഡീഷ്യറി. ആ കേസിന്റെ വാദം നടക്കുമ്പോൾ നാനി പൽക്കേവാല അപ്പിയറിംഗ് ഫോർ ദി മഠാധിപതി, എം കെ നമ്പ്യാർ വാസ് അപ്പിയറിംഗ്, ഐ എം സോറി, നാനി പൽക്കേവാല അപ്പിയറിംഗ്. നാനി പൽക്കിവാല ചോദിച്ചു, one Justice Dwivedi asked a question to Palkiwala, Mr. Palkiwala, do you think that we the people, the constitution commands us to be we the people? അപ്പൊ ജനങ്ങളെ വാക്കിനല്ലേ ആധിപത്യമല്ലേ ഈ ഡെമോക്രസി എന്ന് പറയുന്നത്? Can you belittle it? പൽക്കിവാല ചോദിച്ചു. എം കെ നമ്പ്യാർ എ കെ ഗോപാലൻ കേസിന് ചോദിച്ചു, അതേ ചോദ്യം ചോദിച്ചു. പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കി കുറെ ആളെ കൊല്ലാൻ തീരുമാനിച്ചാൽ അത് നിയമമാവുമോ? അണ്ടർ 368 മീൻസ് വാട്ട്? 368 മീൻസ് വാട്ട്? ആൾട്ടർ, അബ്രിഡേറ്റ്, എക്സെട്ര നോട്ട്. ഒരു പ്രതിമ ഉണ്ടാക്കി മുമ്പിൽ വെച്ചിട്ട് അതിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇത് ഭേദഗതി ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ യു ഹാവ് നോ റൈറ്റ് ടു റീമോഡൽ ഇറ്റ്. അപ്പം ചോദിച്ചു, Justice Dwivedi, do you think that the members of parliament are insane? Palkiwala പറഞ്ഞു, test constitutionality is not what a sane parliament may probably do, but an insane parliament can possibly do. Test constitutionality എന്ന് പറഞ്ഞാൽ വിവേകമുള്ള പാർലമെന്റ് ചെയ്യുന്നതല്ല, ചെയ്യാൻ സാധ്യതയുള്ളതല്ല, അവിവേകമുള്ള പാർലമെന്റ് ചെയ്യാനിടയുള്ളതാണ്. I'm not elaborating those aspects, and regarding the judges appointment case, I would like to conclude. നിങ്ങൾ ഇന്ന് നാളെ ഭരണഘടന വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആർട്ടിക്കിൾ 124 അനുസരിച്ച് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷനോട് ആലോചിച്ചിട്ടാണ്. ഇന്ത്യൻ ഭരണഘടന ഒരു അമേരിക്കക്കാരനോ ഒരു ജർമ്മൻകാരനോ വായിച്ചാൽ ആ ഭേദഗതി പോയി.
അതിന്റെ തുടക്കം 1981 ഒരു വിധിയായിരുന്നു. പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസിനോട് ആലോചിച്ച് ജഡ്ജിമാരെ നിയമിക്കാം എന്ന് പറഞ്ഞ വകുപ്പാണ് 124 and 217 ഹൈക്കോടതി. 1981 വിധി എഴുതി സുപ്രീം കോടതി. പ്രസിഡന്റിന് ഇങ്ങനെ ചോദിച്ചാൽ മതി, ആലോചന എന്ന് പറഞ്ഞാൽ അവരെ സമ്മതം വേണ്ട. ഇനി ചീഫ് ജസ്റ്റിസ് അത് പറ്റൂല എന്ന് പറഞ്ഞാലും പ്രസിഡന്റ് പറയുന്നതാണ് നിൽക്കുക. ആ വിധിയാണ് 1993 മാറ്റി എഴുതിയത്. അതിൽ പറഞ്ഞു 1981 വിധി തെറ്റാണ്. ന്യായാധിപന്മാരെ വെക്കേണ്ട കേസിൽ ചീഫ് ജസ്റ്റിസ് തന്നെയാണ് അന്തിമ വിധി. കേശവാനന്ദ ഭാരതി കേസിന് ഒരു ആഘോഷം ഉണ്ടായിരുന്നു കാസർഗോഡ് ഇളനീർ മഠാധിപതി. അവിടെ കർണാടകത്തിലെ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു ഈ വിധി നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷനെ സജസ്റ്റ് ചെയ്ത വിധി തെറ്റാണ്, കാരണം കൊളീജിയം സിസ്റ്റം തെറ്റാണെന്ന് പറഞ്ഞ് ഭയങ്കരമായി വാദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിറ്റിഗൻസ് ആരാണ്? ഇന്ത്യ സംസ്ഥാന ഗവൺമെന്റുകളാണ്. ഒരു വ്യവഹാരിക്ക് ന്യായാധിപന് വെക്കാനുള്ള അവകാശം കൊടുത്താൽ വാട്ട് വുഡ് ബി ദി കാഷ്വാലിറ്റി? അയാൾ പറഞ്ഞു ഐ ബോ ബിഫോർ യു, വാട്ട് യു സെഡ് ഈസ് കറക്റ്റ്, ഐ എം ചേഞ്ചിങ് മൈ വ്യൂ. 99 ഒരു പ്രസിഡൻഷ്യൽ റെഫറൻസിൽ കൂടി അത് ശരിവെച്ചു. ന്യായാധിപന്മാരെ വെക്കേണ്ട തീരുമാനത്തിൽ പ്രസിഡന്റിനല്ല, അവസാനം കൊണ്ടുവന്ന നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ. My honorable Judge Sri Bechu Kurian in his opening remarks said the constitution is supreme. I would say the constitution and the judiciary are supreme, not the elected government. They can go wrong, but you are there as a referee. That is why this vast country is surviving. National judicial appointment condition il ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെറ്റുപറ്റിയില്ലേ? ആ തെറ്റുപറ്റിയത് തിരുത്താൻ കഴിഞ്ഞോ? കോൺഗ്രസ് പാർട്ടി, BJP, CPM എല്ലാവരും ഒറ്റക്കെട്ടായി ആ ബില്ലിനെ അവതരിപ്പിച്ചത് ശരിവെച്ചു. രാജ്യസഭയിൽ അതിനൊരൊറ്റ ഒരാളാണ് എതിർത്തത്. നമ്മുടെ രാം ജത്മലാനി നമ്മുടെ ഡയറക്ടറേറ്റിന് ഒരു പരിപാടിക്ക് വന്നപ്പോൾ പറഞ്ഞു, മിസ്റ്റർ അലി, യുവർ പാർട്ടി ബ്ലൈൻഡ്ലി സപ്പോർട്ടഡ് ദാറ്റ് ലോ. ഐ വാസ് ദ ഓൺലി പേഴ്സൺ യു ഒപ്പോസ്ഡ്. 20 അസംബ്ലി അത് ശരിവെച്ചു. എന്താണെന്ന് അറിയുമോ? സുപ്രീം കോടതി അതെടുത്ത് ചാടി. കാരണം എന്താണ് അതിന്റെ അപകടങ്ങൾ? ചെയർപേഴ്സൺ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, 2 സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്, 3 യൂണിയൻ ലോ മിനിസ്റ്റർ, ഒന്നങ്ങേപ്പുറം, 2 എമിനന്റ് പേഴ്സൺസ്. എമിനന്റ് ആരാണെന്ന് പറഞ്ഞിട്ടില്ല. വാദം നടക്കുമ്പോൾ അറ്റോർണി ജനറൽ KK വേണുഗോപാൽ അടക്കം പറഞ്ഞു എമിനന്റ് പേഴ്സൺസ് ലോ ഗ്രാജുവേറ്റോ വക്കീലന്മാരോ ആയിരിക്കില്ല. The judge asked, how can a non-lawyer, a non-advocate can judge the performance and capacity of a judge, a prospective judge? എന്നിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ഈ 2 ആൾക്ക് വീറ്റോ പവർ. ഈ 4 ആളും കൂടി തീരുമാനിച്ചു ഒരാളെ വെക്കാൻ. ഈ 2 ആള് പറയുന്നു പറ്റൂല എന്ന് പറഞ്ഞാൽ എല്ലാം പോയി. അപ്പൊ രാഷ്ട്രീയ അപ്പോയിന്റ്മെന്റിനുള്ളൊരു വാതിലായിരുന്നു NJAC. അത് എടുത്തു ചാടി ഇന്ത്യൻ ജുഡീഷ്യറിയെ രക്ഷപ്പെടുത്തിയ പരമോന്നത നീതിപീഠമാണ് നമ്മുടെ യഥാർത്ഥ ദൈവം ഇരിക്കുന്ന ദേവാലയം. അതിനെ കാത്തിരക്ഷിക്കാൻ ഇന്ത്യയിലെ ഓരോ മോർ എലാബറേഷൻ ബൈ learned senior friend Mr. Sebastian, we are only limited time. I conclude. Thank you. അടുത്തതായി എമിനന്റ് ജൂറിസ്റ്റ്, റൈറ്റർ ആൻഡ് പ്രഭാഷകനൊക്കെയായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അവരെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ഹോസ്ദുർഗ് കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളോട് അനുബന്ധിച്ച്
ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ തുടക്കം എന്ന നിലയിലാണ് ഈ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധേയമായ ഒരു വിഷയം മുൻനിർത്തിയാണ് ഈ സെമിനാർ ഇവിടെ നടക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവേണൻസ് എന്നതാണ് വിഷയം. അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവേണൻസ് ഉറപ്പാക്കുന്നതിൽ ജുഡീഷ്യറിയുടെ പങ്ക്. ഇവിടെ ഉദ്ഘാടകനായ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ പ്രസക്തമായ സർഗാത്മകമായ ഇടപെടലുകൾക്ക് സാധ്യതയുള്ള ഒരു വിഷയമാണ് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. സാധാരണ ഇപ്പോൾ കേരളത്തിൽ എവിടെ ആണെങ്കിലും ഒരു സെമിനാർ വന്നാൽ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ എന്നൊരു സാധാരണ വിഷയമാണ് ഞങ്ങൾക്ക് കിട്ടാറുള്ളത്. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഭരണഘടനാപരമായ ഭരണനിർവഹണം ഉറപ്പാക്കുന്നതിൽ ജുഡീഷ്യറിയുടെ പങ്ക് എന്ന വളരെ പ്രധാനപ്പെട്ട സർഗാത്മകമായി വിപുലീകരിക്കാവുന്ന ഒരു വിഷയം തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ സമാദരണീയനായ ചീഫ് ജസ്റ്റിസിൻ്റെ ആഗമനം ഏത് നിമിഷവും ഉണ്ടായേക്കാം എന്നുള്ളതുകൊണ്ട് ഞാൻ വളരെ ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ ഭരണഘടന അതിവിശിഷ്ടമായ ഒരു രേഖയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. ആർക്കും സംശയമുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ല, തെറ്റാണ്. പലർക്കും ഇന്ന് സംശയമുണ്ട്. പലർക്കും സംശയമുണ്ട് എന്ന് മാത്രമല്ല, ആ ഭരണഘടന മാറ്റി പകരം ഒരു ഭരണഘടനയുടെ നിർമ്മാണം നടത്തണം എന്ന് പരസ്യമായി പറയുന്നവർ ഭരണഘടനാപരമായ പദവി വഹിക്കുന്ന ഹൈക്കോടതി ജഡ്ജിമാർ പോലും അങ്ങനെ പരസ്യമായി പറയുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഔദ്യോഗികമായ നിലപാടും അതുതന്നെയാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ച് നമ്മൾ കണക്കാക്കുന്നത് നമ്മുടെ ഭരണഘടന അത് അതിവിശിഷ്ടമായ ദിവ്യമായ ഒരു രേഖയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഭരണഘടനയിൽ ഭൂരിഭാഗം അനുച്ഛേദങ്ങളും രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണ്, ഭരണ സംവിധാനം എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ്. നമുക്കതെല്ലാം മാറ്റിവയ്ക്കാം. അതെല്ലാം മാറ്റിവെച്ചതിന് ശേഷം ഭരണഘടനയുടെ പ്രിയാമ്പിൾ, തുടർന്ന് പാർട്ട് 3, പാർട്ട് 4 വേണമെങ്കിൽ അതിന് ശേഷമുള്ള ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൂടി ആയിക്കോട്ടെ. ഇത് വായിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ഭരണഘടനയുടെ വൈശിഷ്ട്യം നമുക്കും ലോകത്തിനും ബോധ്യമാകുന്നത്. നമുക്ക് നമ്മൾ ജനങ്ങളെ തന്നെ വ്യക്തികളെന്നും പൗരന്മാരെന്നും രണ്ടായി തിരിച്ച് വ്യക്തികൾക്കുള്ള അവകാശങ്ങൾക്ക് പരമമായ പ്രാധാന്യം നൽകുന്നുമുണ്ട്. ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഒന്നാം ഭേദഗതി അത് നമ്മുടെ ഭരണഘടനയുടെ അവകാശങ്ങളെ വിപുലീകരിച്ചു എന്ന് അസഫ് അലി പറയുകയുണ്ടായി. എനിക്ക് വാസ്തവത്തിൽ അങ്ങനെ അഭിപ്രായമില്ല. ഒന്നാം ഭേദഗതി അതിൻ്റെ സ്രഷ്ടാവ് തന്നെ നമുക്ക് നൽകിയത് തിരിച്ചെടുക്കുന്ന അവസ്ഥയായിരുന്നു. ഒന്നാം ഭേദഗതിയിലെ സംവരണം, ഭൂപരിഷ്കരണം, അതിനുവേണ്ടിയുള്ള 9ാം ഷെഡ്യൂൾ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ അമേരിക്കയിലെ വളരെ പ്രസിദ്ധമായ അവരുടെ വേദവാക്യം പോലെ കൊണ്ടു നടക്കുന്ന ഫസ്റ്റ് അമെൻമെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഫസ്റ്റ് അമെൻമെൻറ്റ് നമുക്ക് ഭരണഘടന നൽകിയ സംസാര സ്വാതന്ത്ര്യവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും പരിമിതപ്പെടുത്തി. അങ്ങനെയാണ് 19(2) റീസണബിൾ റെസ്ട്രിക്ഷൻസ്, ഒറിജിനലി 4 കാരണങ്ങൾ മാത്രമായിരുന്നു, അത് 8 വർദ്ധിപ്പിച്ചു.
അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് അസഫ് അലി പരാമർശിക്കുകയുണ്ടായി. ഇടതുപക്ഷ പ്രസിദ്ധീകരണമായ ക്രോസ് റോഡ്സിൻ്റെയും RSS പ്രസിദ്ധീകരണമായ പാഞ്ചജന്യത്തിൻ്റെയും പ്രസിദ്ധീകരണം തടസ്സപ്പെടുത്തുക. അത് പ്രിയാമ്പിൾ എഴുതിയ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. RSS ആയാലും ഇടതുപക്ഷമായാലും അഭിപ്രായം പറയുന്നതിനുള്ള സ്വാതന്ത്ര്യം പൗരനുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ പിൽക്കാലത്ത് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം എന്ന പരമമായ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നതല്ല ഞങ്ങളൊക്കെ പറയാറുള്ളത്, ഫ്രീഡം ആഫ്റ്റർ സ്പീച്ച് ആണ്. സംസാരിച്ചാൽ സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറയാൻ കഴിയില്ല. അനുച്ഛേദം 19(1)(a) അല്ലെങ്കിൽ 19(2) ഒന്നും ആരുടെയും രക്ഷയ്ക്ക് എത്തുന്നില്ല. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവേണൻസിൽ സുപ്രീം കോടതിയുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ അനുച്ഛേദം 19(1)(a) അതിൻ്റെ ആദിമ വിശുദ്ധി കണ്ടെത്തി നിലനിർത്തുന്നതിന് സുപ്രീം കോടതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ്. ഇലക്ട്രൽ ബോണ്ട് കേസ് വന്നപ്പോഴും ആ വിധിയിൽ പോലും 19(1)(a) അതിൻ്റെ മഹനീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോടതി വിധി പറഞ്ഞത്. എല്ലാ അവകാശങ്ങളും ഒരു പൗരന് ലഭിക്കേണ്ടതായ നാനാവിധമായ അവകാശങ്ങൾ, അറിയുന്നതിനുള്ള അവകാശം, സംസാരിക്കുന്നതിനുള്ള അവകാശം, അഭിപ്രായം പറയുന്നതിനുള്ള അവകാശം, പ്രതിഷേധിക്കുന്നതിനുള്ള അവകാശം, വിയോജിക്കുന്നതിനുള്ള അവകാശം, ഇങ്ങനെ ഏതെല്ലാം അവകാശങ്ങൾ ചേരുമ്പോഴാണ് ജനാധിപത്യം സമ്പൂർണ്ണമാകുന്നത് എങ്കിൽ അതെല്ലാം അനുച്ഛേദം 19(1)(a)യിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അത് ഡോക്ടർ അംബേദ്കർ എഴുതിയ രൂപത്തിൽ നിലനിർത്തുകയായിരുന്നു പിന്നീട് വന്ന പാർലമെൻറ്റും ഗവൺമെൻറ്റും ചെയ്യേണ്ടിയിരുന്നത് എന്നൊരഭിപ്രായം എനിക്കുണ്ട്. 19(1)(a) വിഷയകാര്യത്തിൽ എനിക്കൊരു ഭ്രാന്തമായ സമീപനമുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത്. ഒരു കാരണവശാലും നിയന്ത്രണം പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. അങ്ങനെ പറയുന്നതിൻ്റെ പേരിൽ അപകീർത്തി കേസുകൾ, കോടതിയലക്ഷ്യ കേസുകൾ ഒക്കെ എൻ്റെ പേരിൽ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ സുപ്രീം കോടതി എല്ലാ ഘട്ടങ്ങളിലും ആ നിലപാട് സ്വീകരിച്ചു എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇപ്പോൾ സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഞാൻ ആഗ്രഹിക്കുന്ന ആ നിലപാടിനോട് ഏതാണ്ട് അടുത്ത് വരുന്ന, യോജിച്ചു പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവേണൻസ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് രീതിയുണ്ട്. ഒന്ന്, ഏതൊരു നിയമത്തെ സംബന്ധിച്ചും ലെറ്റർ ആൻഡ് സ്പിരിറ്റ് ഉണ്ട്. അക്ഷരം പ്രതി നമുക്ക് ചില കാര്യങ്ങൾ നടപ്പാക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാം. പലപ്പോഴും നമ്മുടെ സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത് ഭരണഘടനയുടെ ലെറ്റർ, അക്ഷരങ്ങളെ സ്വീകരിക്കുകയും ആത്മാവിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പറയേണ്ടതായ ചില കേസുകളൊക്കെ അസഫ് അലി ഇവിടെ പരാമർശിക്കേണ്ടായി. AK ഗോപാലൻ കേസ് തന്നെ എടുക്കുക. AK ഗോപാലൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ യാതൊരു കുറ്റത്തിനും വിചാരണ ചെയ്യപ്പെട്ട് ശിക്ഷ അനുഭവിക്കുന്ന ആളായിരുന്നില്ല. അദ്ദേഹം തമിഴ്നാട്ടിലെ ഏതോ കോടതിയിൽ എത്രയോ വർഷങ്ങൾ തടങ്കലിലാണ്, കരുതൽ തടങ്കലിലാണ്. അതിനെതിരെ നടന്ന കേസ് ഇന്ത്യയുടെ ചരിത്രത്തിലെ, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെയും ഭരണഘടനയുടെയും ചരിത്രത്തിലെ ആദ്യത്തെ മൗലികാവകാശ സംബന്ധിയായ കേസ്. അവിടെ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം, അവൻ്റെ അവകാശങ്ങൾ പരിരക്ഷിക്കുന്നതിന്, സംരക്ഷിക്കുന്നതിന്, ഉയർത്തിപ്പിടിക്കുന്നതിന് നമ്മുടെ സുപ്രീം കോടതിക്ക് കഴിയാതെ പോയി. 1/4 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ മനേകാ ഗാന്ധിക്ക് സമാശ്വാസകരമായ വിധി നൽകി എന്ന് പറഞ്ഞതുകൊണ്ട് സുപ്രീം കോടതിയുടെ ആ വീഴ്ച മറയ്ക്കപ്പെടുന്നില്ല. മനേകാ ഗാന്ധിയുടേത് വിദേശത്ത് പോകുന്നതിനൊരു പാസ്പോർട്ട് സംബന്ധമായ കേസാണ്. അത് നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാവാറുള്ളതാണ്.
ഈയിടയ്ക്ക് എറണാകുളത്ത് ഒരു പ്രതിഷേധ യോഗത്തിൽ പ്രസംഗിച്ചതിൻ്റെ പേരിൽ ക്രിമിനൽ കേസ് എനിക്കെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നുള്ളതാണ്. അതൊരു ചാനലിൻ്റെ നിരോധനത്തിന് എതിരെ നടന്ന പ്രതിഷേധ യോഗമാണ്. ആ ക്രിമിനൽ കേസ് നിലനിൽക്കുന്നു എന്ന് അറിയാതിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ പാസ്പോർട്ട് പുതുക്കാൻ പോയപ്പോൾ അത് പരാമർശിച്ചില്ല. അതിൻ്റെ പേരിൽ പാസ്പോർട്ട് പിൻവലിക്കാതിരിക്കാൻ കാരണമുണ്ടോ എന്ന് പാസ്പോർട്ട് ഓഫീസർ ആരായുകയുണ്ടായി. ഞാൻ പറഞ്ഞത് അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മനേകാഗാന്ധിക്ക് അടിയന്തരാവസ്ഥയുടെ ക്രൂരതകളുടെ പേരിൽ, അടിയന്തരാവസ്ഥയിലെ അത്യാചാരങ്ങളുടെ പ്രതീകമായിരുന്നു അന്ന് മേനകാഗാന്ധി. അതുകൊണ്ടാണ് മേനകാഗാന്ധിയുടെ വിദേശയാത്ര തടഞ്ഞത്. അതിൽ കോടതി ഇടപെട്ടു, അവർക്ക് ആശ്വാസം നൽകി. ഞാൻ അതിനോട് വിയോജിക്കുന്നില്ല. പക്ഷെ അത് AKG കേസിലെ വിധിക്ക് പകരമാവില്ല, അതിന് പരിഹാരവുമാവില്ല. നമുക്ക് എത്രയോ സന്ദർഭങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവേണൻസ് ഇന്ത്യയിൽ നടക്കാതിരിക്കുമ്പോൾ അതിനെ നമ്മുടെ സുപ്രീം കോടതി പ്രോത്സാഹിപ്പിക്കുകയാണോ അതോ അതിൽ ഇടപെടുകയാണോ ഉണ്ടായിട്ടുള്ളത്? ഇപ്പോൾ അധികം കേസുകളിലേക്കൊന്നും പോകാനുള്ള സമയം ഇപ്പോഴില്ല. പക്ഷെ അടിയന്തരാവസ്ഥ എന്നൊരവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ട്. അടിയന്തരാവസ്ഥ ഞാനിപ്പോൾ അതിൻ്റെ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പൂർണ്ണമായും ഭരണഘടനാപരമായിട്ടാണ്. അനുച്ഛേദം 352 അനുശാസിക്കുന്ന രീതിയിലുള്ള വ്യവസ്ഥകളുടെ പൂർത്തീകരണത്തിൽ സാങ്കേതികമായ ചില പിഴവുകളൊക്കെ അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിലും അതൊക്കെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഭരണഘടനാനുസൃതമായി ഭരണഘടനാപരമായി ഏർപ്പെടുത്തിയ അവസ്ഥയായിരുന്നു അടിയന്തരാവസ്ഥ. അത് സുപ്രീം കോടതി ശരിവയ്ക്കുകയും ചെയ്തു. സുപ്രീം കോടതി ശരിവെച്ചു എന്ന് മാത്രമല്ല, അടിയന്തരാവസ്ഥയിലെ ഭരണകൂടത്തെ സമ്പൂർണമായി ന്യായീകരിക്കുന്ന വിധിന്യായം നൽകുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു സന്ദർഭം ഇത് തന്നെയാണ്. അവിടെ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച്, ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ പിതാവ് കൂടി ഉൾപ്പെട്ടിരുന്ന ആ ബെഞ്ച്, അവർ ഭരണഘടനയുടെ അക്ഷരങ്ങൾ ആണോ വായിക്കേണ്ടിയിരുന്നത് അതോ അതിൻ്റെ ചൈതന്യം, സ്പിരിറ്റ് ആണോ? നിർഭാഗ്യവശാൽ നമ്മുടെ ജഡ്ജിമാർ അക്ഷരങ്ങൾ മാത്രം വായിച്ചു. അവർ ഭരണഘടനയുടെ ചൈതന്യം കാണാതെ പോയി. അങ്ങനെ വരുമ്പോഴുള്ള ഒരു പ്രതിസന്ധിയും പ്രശ്നവും ഉണ്ട്. നമുക്ക് നമ്മുടെ ഭരണഘടന വളരെ പ്രിയപ്പെട്ടതാണ്. പക്ഷെ ആ ഭരണഘടനയെ വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണ്? വളരെ പ്രസിദ്ധമായ ഒരു പ്രസ്താവനയുണ്ട്. ഭരണഘടന എന്നാൽ, നമ്മുടെ ഭരണഘടന നമുക്ക് കാണാൻ കഴിയുന്ന, വായിക്കാൻ കഴിയുന്ന ഒന്നാണ്. ബ്രിട്ടനിലെ പോലെ കാണാൻ കഴിയാത്ത ഭരണഘടനയല്ല. വായിക്കാൻ കഴിയുന്ന നമ്മുടെ ഭരണഘടന നമ്മൾ വായിക്കുന്നത് പോലെയല്ല വായിക്കേണ്ടത്. മറിച്ച് നമ്മുടെ ജഡ്ജിമാർ വായിച്ച് മനസ്സിലാക്കി നമ്മോട് പറഞ്ഞു തരുന്നത് എന്താണോ അതാണ് ഭരണഘടന. അവിടെ നമ്മുടെ ശബ്ദത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല. വി ദ പീപ്പിൾ, സ്രഷ്ടാക്കൾ, അത് നിർമ്മിച്ചവർ, അത് എഴുതിയവർ, അത് അംഗീകരിച്ചവർ നമ്മളാണ്. വി ദ പീപ്പിൾ. പക്ഷെ ഇപ്പോൾ ആ ഭരണഘടന അത് നമ്മുടെ ജുഡീഷ്യറിയുടെ സ്വത്താണ്. ഭരണഘടന എന്ന് വായിച്ച് നമ്മോട് പറയേണ്ട ഉത്തരവാദിത്വം അവരുടേതാണ്. പക്ഷെ ആ വായന എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിലാണ് എനിക്ക് വിയോജിപ്പുള്ളത്. ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ എടുത്തുകൊണ്ട് യാന്ത്രികമായ വായനയിലൂടെ അക്ഷരങ്ങൾക്കനുസൃതമായി തന്നെയാണ് ഭരണം നടക്കുന്നത് എന്ന് കോടതി പറഞ്ഞാൽ നമുക്കതിനോട് യോജിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ധാരാളം ചൂണ്ടിക്കാണിക്കാം. ഞാൻ സാന്ദർഭികമായി AKG കേസും അടിയന്തരാവസ്ഥയും പരാമർശിച്ചു എങ്കിൽ പോലും നിരവധിയായ സന്ദർഭങ്ങളിൽ നമ്മുടെ ജുഡീഷ്യറി എപ്രകാരമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഇനിയും വിശദീകരിക്കാൻ മാത്രം കാര്യങ്ങളുണ്ട്. അതിലോട്ട് പോകുന്നതിനുള്ള ഒരു സന്ദർഭവും സമയവും ഇപ്പോഴല്ല. ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതാണ്.
ഇപ്പോൾ ലോകത്തിലെ അതിവിശിഷ്ടമായ ഭരണഘടനയാണ് നമ്മുടേത് എന്ന് പറയുന്നത് ഒരു വേദപുസ്തകം പോലെ നമുക്ക് നമ്മുടെ മേശപ്പുറത്ത് സൂക്ഷിക്കുകയും അനുദിനം വായിക്കുകയും ചെയ്യാവുന്ന അതിവിശിഷ്ടമായവും പരമപാവനവും ആയ ഒരു രേഖയാണ് നമ്മുടെ ഭരണഘടന. അതിനെ നമ്മൾ നിലനിർത്തും എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ നിലനിർത്തും എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭരണ സംവിധാനം ഉറപ്പാക്കുന്നതിന് ആ ഭരണഘടന ആവശ്യമായതുകൊണ്ടാണ്. ഭരണഘടനയുടെ സൂക്ഷിപ്പുകാരൻ ആര് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. LLB വിദ്യാർത്ഥികളാണ് ചോദിക്കുന്നതെങ്കിൽ രാഷ്ട്രപതിയുടെ പ്രതിജ്ഞാവാചകം എടുത്തു കൊടുക്കുക. ആ പ്രതിജ്ഞാവാചകത്തിൽ അദ്ദേഹമാണ് ഭരണഘടനയുടെ സംരക്ഷകൻ, പരിപാലകൻ. പക്ഷേ സങ്കല്പമനുസരിച്ച്, ഭരണഘടനാപരമായ സങ്കല്പമനുസരിച്ച് നമ്മൾ ജനങ്ങൾ തന്നെയാണ് നമ്മുടെ ഭരണഘടനയുടെ സംരക്ഷകരും പരിപാലകരും. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവേണൻസ് ജുഡീഷ്യറിയുടെ ഉത്തരവാദിത്വമാണ് എന്ന് കരുതി വിട്ടുകൊടുക്കാതെ നമ്മൾ തന്നെയാണ് അത് ഉറപ്പുവരുത്തേണ്ടത് എന്ന ബോധ്യത്തോടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ആദരണീയനായ ചീഫ് ജസ്റ്റിസ് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന മുന്നറിയിപ്പ് എനിക്ക് തന്നതുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ഈ സെമിനാർ ഇവിടെ അവസാനിക്കുകയാണ്. ഔപചാരികമായ നന്ദി പ്രകടനത്തിന് വേണ്ടി നമ്മുടെ ഫൈനാൻസ് കമ്മിറ്റി ചെയർമാനും ബാർ അസോസിയേഷൻ നിർവാഹക സമിതി അംഗവുമായ ശ്രീ KK രാജേന്ദ്രൻ ക്ഷണിക്കുന്നു. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ആദരണീയരെ, ഇവിടെ ഈ സെമിനാറിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട അഭിഭാഷക സുഹൃത്തുക്കളെ, ജനപ്രതിനിധികൾ, മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ്റെ ഹോസ്ദുർഗ് കോടതിയുടെ 75ാമത് വാർഷികം സമുചിതമായി ആചരിക്കണമെന്ന് ബാർ അസോസിയേഷൻ തീരുമാനിച്ച സമയത്ത് വളരെ പ്രധാനമായി മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമായിരുന്നു വിവിധങ്ങളായ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള സെമിനാറുകൾ എന്നുള്ളത്. ആ സെമിനാറുകളിൽ ആദ്യം തന്നെ നമ്മുടെ അഭിഭാഷകരുമായി ബന്ധപ്പെട്ടത് കൊണ്ടായതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട വശങ്ങളെക്കുറിച്ചുള്ള ചർച്ചയായിരിക്കണം നമ്മൾക്ക് ഒന്നാമത്തെ സെഷനിൽ സെമിനാറിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയും ജുഡീഷ്യറിയുടെ പരിലാളനവും എന്ന മനോഹരമായ ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ സെമിനാർ സംഘടിപ്പിച്ചത്. ഈ സെമിനാറിൽ ഉദ്ഘാടനം ചെയ്ത കേരള ഹൈക്കോടതിയുടെ പ്രിയപ്പെട്ട ജഡ്ജ് മിസ്റ്റർ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അവർകൾ വളരെ ആധികാരികമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ ഔന്നത്യമുള്ളത് ഇന്ത്യൻ പാർലമെന്റോ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭകളോ ജുഡീഷ്യറിയോ അല്ല, മറിച്ച് ഇന്ത്യൻ ഭരണഘടന എന്നാണ് അദ്ദേഹം അടിവരയിട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അഭിഭാഷകരായ നാം, അഭിഭാഷക വിദ്യാർത്ഥികളായ നമ്മുടെ ആളുകൾ, പൊതുസമൂഹം ഈ ഭരണഘടന സംരക്ഷിക്കാം എന്ന് ഒരു പുനഃപ്രതിജ്ഞ നമുക്ക് ഈ സെമിനാർ ഹാളിൽ വെച്ച് എടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഔപചാരികമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. വളരെ മനോഹരമായി ഇന്ത്യൻ ഭരണഘടനയും ജുഡീഷ്യറിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇവിടെ അവതരിപ്പിച്ച് നമ്മൾക്ക് വളരെ ഗഹനമായി തന്നെ ചിന്തിക്കാൻ വേണ്ടി പറ്റുന്ന രൂപത്തിൽ ചിന്തോദീപങ്ങളായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ പ്രിയങ്കരനായ ഹൈക്കോടതി ജസ്റ്റിസ്, നമ്മുടെ ജില്ലയുടെ ചാർജ് വഹിക്കുന്ന ശ്രീ ബെച്ചു കുര്യൻ തോമസ് അവർക്ക് ഈ സംഘാടക സമിതിയുടെയും ഹോസ്ദുർഗ് ബാർ അസോസിയേഷന്റെയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗഹനമായി തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ വിവിധ വശങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഫസ്റ്റ് അമെൻമെന്റുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ ഭരണഘടന എന്താണ്,
നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ജുഡീഷ്യറിക്കുള്ള പങ്കെന്താണ് എന്ന് ഗഹനമായി തന്നെ ഭരണഘടനയിലൂടെ സഞ്ചരിച്ച മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കൂടിയായ ഞാൻ, കേരളത്തിലെ സമൂഹ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടിയായ അഡ്വക്കേറ്റ് ടി ആസഫ് അലി അവർക്ക് ബാർ അസോസിയേഷന്റെ ഹൃദയംഗമമായ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. തന്റെ സ്വതസിദ്ധമായ ഭാഷയിലൂടെ വളരെ മനോഹരമായി എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ഇന്ത്യൻ ഭരണഘടന ഇന്ന് നമുക്ക് ഒരുപാട് ഉറപ്പുകൾ നൽകുന്നുണ്ടെങ്കിലും ആ ഭരണഘടന തരുന്ന ഉറപ്പുകൾ ഇവിടെ പരിരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള വ്യക്തമായ ചോദ്യചിഹ്നവുമായി നമ്മോട് ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആധികാരികമായി സംസാരിച്ച, അതുപോലെ തന്നെ നമ്മുടെ ഈ വിഷയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മോട് പറഞ്ഞു തന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അവർകൾ, നാം ഒക്കെ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തെയും ഈ ബാർ അസോസിയേഷന് വേണ്ടി, ഈ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുകയാണ്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ന്യായാധിപന്മാർ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ രാജമോഹൻ ഉണ്ണിത്താൻ അവർകൾ, നമ്മുടെ സംഘാടക സമിതി ചെയർമാനും ഈ ഹോസ്ദുർഗ്, ഈ കാഞ്ഞങ്ങാടിന്റെ MLA-യുമായ പ്രിയപ്പെട്ട ശ്രീ ചന്ദ്രശേഖരൻ MLA അവർകൾ, അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബാർ അസോസിയേഷന്റെ അംഗങ്ങൾ, ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ അംഗങ്ങൾ, വിവിധ കോളേജുകളിൽ നിന്ന് വന്നിരിക്കുന്ന നിയമ വിദ്യാർത്ഥികൾ, സഹോദരിമാർ, സഹപ്രവർത്തകർ, എല്ലാവർക്കും ഈ സദസ്സ് ഒരു പ്രൗഢഗംഭീരമാക്കി മാറ്റിയതിന് നിങ്ങൾക്ക് ഏവർക്കും ഒന്നുകൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. നിർത്തുന്നു. ജയ് ഹിന്ദ്. ഈ സെമിനാർ അവസാനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആദരണീയനായ നമ്മളുടെ ചീഫ് ജസ്റ്റിസ് ഒരു 5 മിനിറ്റ് ഇവിടെ എത്തുമെന്നാണ് നമുക്ക് കിട്ടിയ അറിയിപ്പ്. എല്ലാവരും ഇതേ അച്ചടക്കത്തോട് തന്നെ പൂർണ്ണമായും അകത്തന്നെ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് 5 മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹം എത്തിച്ചേർന്ന് ഉടൻ തന്നെ നമ്മളുടെ ഔപചാരികമായ പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷൻ്റെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുന്നതാണ്. മുഴുവൻ അഭിഭാഷക സുഹൃത്തുക്കളും ആ സമയത്ത് ഈ ഓഡിറ്റോറിയത്തിനകത്ത് തന്നെ ഉണ്ടാവണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.
ശ്രദ്ധിക്കുക. അഡ്വക്കേറ്റ് ശ്രീകാന്ത് അമ്പാടി, ഗിരീഷ്, ചാന്ദിനി, ശ്രീ സുരഭി, സിതാര, അഞ്ജന മുരളി, അന്നപൂർണ, ശ്രീത ശ്രീധർ, അമൻ ബാലകൃഷ്ണൻ, നവനീത്, തബ്സീറ പി എ, അഖിൽ കെ എസ്, മേരി കെ എ, ശരത് എസ് ശശി, സ്നേഹ ഭാസ്കർ, കീർത്തി രാമേന്ദ്രൻ, ഹരിത പി, കാർത്തിക്, ആനന്ദ് ശേഖർ, ആനന്ദ് രവീന്ദ്രൻ. ഈ അഭിഭാഷക സുഹൃത്തുക്കൾ നിർബന്ധമായും സ്റ്റേജിന് ഈ മൈക്ക് പോയിന്റ് അടുത്തേക്ക് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ പെരുവാഴ്ച അഭിഭാഷക സുഹൃത്തുക്കൾ ഈ മൈക്ക് പോയിന്റ് അടുത്ത് സ്റ്റേജിന്റെ അടുത്ത് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആദരണീയനും ബഹുമാനുമായ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. മുഴുവൻ ആൾക്കാരോടും ഓഡിറ്റോറിയത്തിൽ പ്രവേശിക്കണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ അഭിഭാഷക സുഹൃത്തുക്കളും ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന മുഴുവൻ സഹോദരി സ്വരന്മാരും അതിഥികളുമെല്ലാം ഈ ഓഡിറ്റോറിയത്തിനകത്ത് പ്രവേശിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വേദിയിലേക്ക് വരേണ്ടുന്ന അതിഥികളെ ഓരോരുത്തരെയായി ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങുകയാണ്. മുഴുവൻ ആൾക്കാരും ദയവായി നിങ്ങൾ ഇരിപ്പിടങ്ങളിൽ ഇരിക്കണം. ബഹുമാനരായ അതിഥികൾ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് മുന്നിലുണ്ടാകുന്ന സീറ്റുകളിൽ അഭിഭാഷകർ ഇരിക്കാവുന്നതാണ്. തൽക്കാലം അവർക്ക് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മുൻനിര സീറ്റുകൾ ഒഴിഞ്ഞു കൊടുക്കണം. വേദിയിലേക്ക് വരേണ്ടുന്ന ബഹുമാന്യ വ്യക്തികൾ ഇരിക്കാൻ വേണ്ടി മാത്രം അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും സഹകരണ മനോഭാവത്തോടെ അച്ചടക്കത്തോടുകൂടി ഈ പരിപാടിയുടെ ഭാഗമായി ഞങ്ങളോട് സഹകരിക്കണം എന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്. We are about to begin the function meeting in connection with the formal inauguration of the Platinum Jubilee celebrations of Hosur Court. Requesting everybody to kindly be settled down and support us and be a part of this ceremony that is something that is very unforgettable and memorable to every member of Hosur Bar as well as the judicial fraternity. So I request all of you to kindly be settled down. Wherever you find some vacant chairs, please move to that chairs and settle down. Let us start the function. Ladies and gentlemen, distinguished guests, it is with great pleasure that we welcome you all to the Platinum Jubilee celebration of Hosur Court. This evening marks a significant milestone in the history of our court as we come together to honor its incredible journey which began on 4th July 1949. As we gather here this evening, we are reminded of the rich legacy and history of our court. It has been a pillar of justice, symbol of integrity, and a source of inspiration to all those who have walked through its doors. This evening, we have the privilege of celebrating not only the achievements of the past 75 years, but also the vision and dedication of the individuals who have made it all possible. From the judges and lawyers to the court staff and community members, each and every one of them has played a crucial role in shaping our court into what it is today. So without further ado, let us begin this momentous occasion with a sense of pride and gratitude as we pay tribute to the 75 years history of our beloved court. Here I am, Advocate A.V. Vamanakumar, along with me, Annapurna Ravindran, playing the distinguished role of the masters of ceremony of this evening, and both of us, with the folded hands, welcome all of you to this glittering ceremony. We have a galaxy of glittering personalities who positively responded to our humble invitation and turned up to be a part of this historic occasion. Let us have the privilege of inviting them to the dais. To begin with, may I request the chairman of Platinum Jubilee Celebrations Program Committee, a senior lawyer of our court, Advocate P. Appukutan, to please come on the dais and be seated. I invite our most committed working chairman of the organizing committee, another senior lawyer of Hosur, Advocate M.C. Jose, to please move on to the dais. It is my pleasure to invite the President of Hosur Bar Association, under whose dynamic leadership we are organizing this function, Advocate K.C. Shashindran, to please join the dignitaries on the dais. We have Advocate Manikandan Nair, President of Kasaragod Bar Association, to offer felicitation. Sir, please come to the dais and be seated. May I invite Sri C.K. Ratnagaran, Member of Bar Council of Kerala, to join the dignitaries on the dais. We have the pleasure of inviting the senior most lawyer of Hosur Bar and patron of the organizing committee, Sri C.K. Sridharan Advocate, to join the dignitaries on the dais. With pleasure, I invite the chairperson of Kalingan Municipality, Srimati K.V. Sujata ma'am, to join us on the stage.
I respectfully invite the Special Judge Pokso Hosduk, Sri C. Suresh Kumar, to join the dignitaries on the dais. It's our honor to invite our esteemed District and Sessions Judge, Kasaragod, Shri K.K. Balakrishnan sir, to the stage. Sir, please kindly move on to the stage. The Advocate General of Kerala, Shri Gopalakrishna Kurup, traveled all the way from Ernakulam to attend this function. It's our honor and pride and pleasure to have you on the stage, sir, please. I request MLA, Kasaragod MLA, Sri N.A. Nellikunna, to join the dais. The Platinum Jubilee Organizing Committee is headed by our most beloved Hosdurg MLA, Sri E. Chandrasekharan, as its chairman. I invite him to move on to the dais and occupy the chairman's seat. We have the presence of our MP, Sri Rajmohan Unithan, here to offer his felicitation. With pleasure, I invite him to the dais and occupy his seat. Ladies and gentlemen, we have the noble presence of His Lordship, Mr. Justice Bachu Kurian Thomas, to deliver the keynote address. Your Lordship, please join the dignitaries on the stage and bless us. Dear friends, invited guests, ladies and gentlemen, here comes the most momentous occasion of this evening. This function is going to be written in the annals of Hosdurg Bar, mainly because of the benign presence of the Chief Justice of Kerala High Court, His Lordship, Mr. Justice Ashish Jitendra Desai, as the Chief Guest. Let us all welcome our Chief Guest to the dais with a standing ovation. Your Lordship, kindly move on to the dais and occupy your honorable seat. Once again, we extend a warm welcome to all of you, and we here start the program. Let us begin the function with invoking the blessings of God. I invite the members of Hosdurg Bar, Advocate Siddharth Nambiar, Advocate Jyoti Lakshmi, Advocate Priya A.K. and Advocate Vanisri B. for the prayer song, and request all of you to kindly raise from your seats. ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സമ്പൂർണ്ണ സന്നിധിയിൽ മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസായി നമിക്കുന്നു ജാതാന്തരം ചൈതന്യമേ നിത്യ ചൈതന്യമേ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ നിന്റെ പ്രിയ മക്കളാം ഞങ്ങളെല്ലാവരും ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ നിന്റെ പ്രിയ മക്കളാം ഞങ്ങളെല്ലാവരും തോളോട് തോൾ ചേർന്നു സൗഹാർദ്ദമായി പാരിൽ മുന്നേറുവാൻ വരം നൽകണമേ തോളോട് തോൾ ചേർന്നു സൗഹാർദ്ദമായി പാരിൽ മുന്നേറുവാൻ വരം നൽകണമേ ചൈതന്യമേ നിത്യ ചൈതന്യമേ Please be seated. I invite the working chairman of our organizing committee,
Sri M.C. Jose to deliver the welcome address. Honorable Mr. Justice Ashish Jitendra Desai, Chief Justice of Kerala, ബഹുമാന്യനായ ഹൈക്കോടതി ജഡ്ജിയും കാസർഗോഡ് ജില്ലയുടെ ചുമതലക്കാരനുമായ ശ്രീ ബെച്ചു കുര്യൻ തോമസ്, അഡ്വക്കേറ്റ് ജനറൽ ശ്രീ ഗോപാലകൃഷ്ണക്കുറുപ്പ്, നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നമ്മളുടെ പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷൻ്റെ സ്വാഗത സംഘം കമ്മിറ്റിയുടെ ചെയർമാനും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനുമായ ശ്രീ ഇ ചന്ദ്രശേഖരൻ, ശ്രീ N.A. നെല്ലിക്കുന്ന് MLA, ശ്രീ C.K. ശ്രീധരൻ, ശ്രീ മണികണ്ഠൻ നമ്പ്യാർ, പ്രിയപ്പെട്ട ജില്ലാ ജഡ്ജി K.K. ബാലകൃഷ്ണൻ, പോസ്കോ സ്പെഷ്യൽ കോർട്ട് ജഡ്ജ് ശ്രീ സുരേഷ് കുമാർ, ജില്ലയിലെ ന്യായാധിപന്മാരെ, അഭിഭാഷക ശ്രേഷ്ഠന്മാരെ, കുടുംബാംഗങ്ങളെ, വക്കീൽ ഗുമസ്തന്മാരെ, കോടതി സ്റ്റാഫ് അംഗങ്ങളെ, പ്രിയപ്പെട്ട ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോടതികളുടെ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ദിനമാണ് ഇന്ന് നടക്കുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ നമ്മുടെ പ്രദേശങ്ങൾ കേരളത്തിലായിരുന്നില്ല, മദിരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായ പ്രദേശങ്ങളായിരുന്നു. അങ്ങനെ മദിരാശി ഗവൺമെൻറ്റാണ് 1949 ജൂലൈ 4-ാം തീയതി കാഞ്ഞങ്ങാട് ഒരു മുൻസിഫ് കോടതിയെ അംഗീകരിച്ചുത്തരവായി. അന്ന് കാസർഗോഡ് പ്രാക്ടീസ് ചെയ്തിരുന്ന ഏതാണ്ട് 9ഓളം അഭിഭാഷകരാണ് കാഞ്ഞങ്ങാട്ടേക്ക് തങ്ങളുടെ പ്രാക്ടീസ് മാറ്റി സ്ഥാപിക്കപ്പെട്ടത്. അതിനെ തുടർന്ന് കഴിഞ്ഞ 75 വർഷം വളരെ മഹത്തായ ഒരു പാരമ്പര്യമുള്ള ഒട്ടനവധി ജഡ്ജിമാരെയും അഭിഭാഷകരെയും സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ബാറാണ് ഹോസ്ദുർഗ് ബാർ എന്ന് നമുക്കറിയാം. നമ്മളുടെ ആദ്യത്തെ മുൻസിഫായിരുന്ന അദ്ദേഹം പിന്നീട് ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെട്ട ആളാണ്. അതിനുശേഷം ഇവിടെ ഒരു സബ് ഡിവിഷണൽ കോടതി സ്ഥാപിക്കപ്പെട്ടു. അതിലെ ജഡ്ജിയായിരുന്ന ശ്രീ BM തുളസീദാസാണ് പിന്നീട് ഹൈക്കോടതിയിൽ ജഡ്ജിയായി ഇന്നിപ്പോ വിശ്രമ ജീവിതം നയിക്കുന്നത്. അതുപോലെ ഒട്ടനവധി ശ്രേഷ്ഠന്മാരായ ജഡ്ജിമാരെയും അഭിഭാഷകന്മാരുടെയും പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഹോസ്ദുർഗ്. നമ്മുടെ കർണാടക ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ശ്രീ VP മോഹൻകുമാർ, ജസ്റ്റിസ് KA നായർ, ജസ്റ്റിസ് TK ചന്ദ്രശേഖരദാസ്, അത് ബോംബെ ഹൈക്കോടതിയിലെ ജഡ്ജിയായി വിരമിച്ചയാളാണ്. അതുപോലെ തന്നെ ശ്രീ NK ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഒട്ടേറെ മഹാരഥന്മാരെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ബാറാണ് ഹോസ്ദുർഗ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ശ്രീ ജസ്റ്റിസ് KA നായർ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മകൻ ശ്രീ ഡോക്ടർ ജയശങ്കരൻ നമ്പ്യാർ ഇന്ന് കേരള ഹൈക്കോടതിയിൽ ജഡ്ജായി ഇന്ന് സേവനമനുഷ്ഠിക്കുകയാണ്. അങ്ങനെയുള്ള ഈ ബാറിനെ സംബന്ധിച്ചിടത്തോളം മഹാരഥന്മാരായ ഒട്ടനവധി ന്യായാധിപന്മാരെ സംഭാവന ചെയ്ത, മഹാരഥന്മാരായ ഒട്ടേറെ അഭിഭാഷകരെ സംഭാവന ചെയ്ത ഒരു ബാർ എന്നുള്ള നിലയിൽ അഭിമാന പുരസ്സരമാണ് ഞങ്ങൾ ഈ ജൂബിലി ആഘോഷങ്ങൾ, പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ നടത്തുന്നത്. ഈ സന്ദർഭത്തിൽ അന്തരിച്ചു പോയ ഈ കോടതിയിലെ ന്യായാധിപന്മാരെയും
അതുപോലെ തന്നെ അഭിഭാഷകരെയും ഈ തരുണത്തിൽ സ്മരിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, വളരെ പരിമിതമായ സമയം മാത്രമേ ഉള്ളൂ. ആദ്യമായി ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന് സ്വാഗതം അരുളാനാണ് ഉദ്ദേശിക്കുന്നത്. വി ആർ ഇമ്മൻസ്ലി ഹാപ്പി ദാറ്റ് ശ്രീ ആശീഷ് ജിതേന്ദ്ര ദേശായി is in our midst. He was appointed as judge of the Gujarat High Court in 2011, and subsequently his lordship was elevated to Gujarat High Court as acting chief justice. Subsequently, in the last February 2023, he was appointed as the judge of Kerala High Court. When we went to invite him to this function, I may say that he was very kindly to agree to attend this function, and he is very simple, and his humility and simplicity has very much been appreciated. I must say that he is a very simple gentleman to the core. I must say so. I invite Shri Ashish Jitendra Desai of our High Court. I wholeheartedly welcome Shri Ashish Jitendra Desai. Shri Bechu Kurian Thomas, അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ ജഡ്ജായി 2020 നിയമിതനായത്. ഫസ്റ്റ് റാങ്കോടുകൂടി നിയമപഠനം പൂർത്തിയാക്കിയ അദ്ദേഹം വളരെ പ്രശസ്തമായ നിലയിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഏറ്റവും പ്രശസ്തനായ ഒരു ജഡ്ജായി അദ്ദേഹം ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിധിന്യായങ്ങൾ വായിക്കുന്ന അഭിഭാഷകരായ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ നീതിന്യായ രംഗത്തെ അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം ആ വിധിന്യായങ്ങളിലൂടെ വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശസ്തനായ സുപ്രീം കോടതി ജഡ്ജി ശ്രീ KT തോമസിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ശ്രീ ജസ്റ്റിസ് KT തോമസ് പലതവണയും കാഞ്ഞങ്ങാട് വരികയും അദ്ദേഹവുമായിട്ടൊക്കെ ഇടപെടാൻ നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ശ്രീ ബെച്ചു കുര്യൻ തോമസ് ഹൈക്കോടതി ജഡ്ജിയെ ഞാൻ ഈ സന്ദർഭത്തിൽ വെൽക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ വെൽക്കം ചെയ്യും. നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്വാഗത സംഘത്തിന്റെ ചെയർമാനും കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം MLA-യുമായ ശ്രീ E ചന്ദ്രശേഖരൻ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാ MLA-മാരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതാണ്. അവരെല്ലാം ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ കാസർഗോഡിന്റെ MLA ശ്രീ NA നെല്ലിക്കുന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ജഡ്ജി ശ്രീ KK ബാലകൃഷ്ണൻ സാർ ഇവിടെ നമ്മളുടെ ഈ പരിപാടിയുടെ ആരംഭം മുതൽ നമ്മളെ എല്ലാ കാര്യത്തിലും സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പോസ്കോ സ്പെഷ്യൽ കോർട്ട് ജഡ്ജ് ശ്രീ സുരേഷ് കുമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹവും നമ്മുടെ ഈ പരിപാടികളിൽ സജീവ സാന്നിധ്യമായി നമ്മളെ സഹായിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീ നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് കേരള, അദ്ദേഹം വളരെ തിരക്കിനിടയിലാണ്. 2 ദിവസം മുമ്പ് ഡൽഹിയിൽ കേരള ഗവൺമെന്റിന് വേണ്ടി സുപ്രീം കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസുമായി പോയെങ്കിലും ഈ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാമെന്ന് സമ്മതിച്ചതാണ്. കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അഡ്വക്കേറ്റ് ജനറൽ ശ്രീ സുരേഷ് ഗോപാല കുറുപ്പിനെ വളരെ ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആരെങ്കിലും ഉണ്ടോ, വിട്ടുപോയിട്ടുണ്ടോ? പറഞ്ഞു സുരേഷിനെ പറഞ്ഞു.
നമ്മുടെ കാഞ്ഞങ്ങാട് ചെയർപേഴ്സൺ KV സുജാത മാഡം എല്ലാ പരിപാടികളിലും നമ്മളോട് സഹകരിക്കുന്ന മാഡമാണ്. മാഡത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പറഞ്ഞു പിന്നെ ശ്രീ CK ശ്രീധരൻ നമ്മുടെ ബാറിലെ സീനിയർ അഭിഭാഷകനാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ CK രത്നാകരൻ മെമ്പർ ഓഫ് ബാർ കൗൺസിൽ ഓഫ് കേരള ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ശ്രീ മണികണ്ഠൻ നമ്പ്യാർ നമ്മുടെ അടുത്ത ബാറായ ജില്ലാ ബാറായ കാസർഗോഡ് ബാറിലെ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന് നന്ദി പറയുന്ന ശ്രീ അപ്പുക്കുട്ടനെ നിങ്ങൾക്കെല്ലാം വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇത് പറഞ്ഞു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സ്വാഗതം പറയേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ഈ മനോഹരമായ പന്തൽ ഒരുക്കുന്നതിൽ അത് സ്പോൺസർ ചെയ്ത ബാങ്ക് ഓഫ് ബറോഡയുടെ ജനറൽ മാനേജർ, ഞങ്ങളുടെ ബാറിലെ അഭിഭാഷകനായി ഞങ്ങളോടൊപ്പം വളരെ വർഷക്കാലം പ്രാക്ടീസ് ചെയ്ത ശ്രീജിത്ത് കൊട്ടാരത്തിൽ, അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ വെൽക്കം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അദ്ദേഹത്തിന് വളരെ സംഭവബഹുലമായ കുറെ ഔദ്യോഗിക കൃത്യനിർവഹണം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി അവരുടെ റീജിയണൽ മാനേജർ ശ്രീ കണ്ണനെ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട്. ശ്രീ കണ്ണനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജ് റിലീസ് ചെയ്യുന്ന വക്കീലന്മാരുടെ ഡയറക്ടറി സ്വീകരിച്ചുകൊണ്ട് ഈ നമ്മളോട് താല്പര്യം പ്രകടിപ്പിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇതിനെല്ലാം ഉപരിയായി നമ്മുടെ ജില്ലയിലെ വിവിധ കോടതികളിലുള്ള ന്യായാധിപന്മാർ, അതുപോലെ തന്നെ അഭിഭാഷകർ, നമ്മൾ തലശ്ശേരി മുതൽ കാസർഗോഡ് വരെയുള്ള കോടതികളിലെ അഭിഭാഷകരെയാണ് ക്ഷണിച്ചത്. അവരിൽ പലരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ എല്ലാം സ്വാഗതം ചെയ്യുന്നു. അഭിഭാഷകരുടെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് വക്കീൽ ഗുമസ്തന്മാർ, അവരുടെ കുടുംബാംഗങ്ങൾ, കോടതി ജീവനക്കാർ, എല്ലാവരെയും ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഒട്ടനവധി വിശിഷ്ട വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയെല്ലാം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന് തൊട്ടു മുമ്പായി നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സെമിനാർ ഇവിടെ നടത്തുകയുണ്ടായി. ആ സെമിനാർ ഉദ്ഘാടനം ചെയ്തത് ശ്രീ ഹൈക്കോടതിയുടെ ജഡ്ജി ശ്രീ ബെച്ചു കുര്യൻ തോമസ് ആണ്. അതിൽ റിസോഴ്സ് പേഴ്സൺ എന്നുള്ള നിലയിൽ ശ്രീ ആഷഫ് അലി, നമ്മുടെ മുൻ പ്രോസിക്യൂഷൻ ജനറൽ ആയിരുന്നു, അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ പോൾ, അവർ രണ്ടുപേരെയും നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. എന്റെ ചുരുക്കം വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്വാഗത സംഘത്തിന്റെ ചെയർമാനും കാഞ്ഞങ്ങാട്ടെ MLA-യുമായ E. ചന്ദ്രശേഖരൻ അവരെ ക്ഷണിക്കുന്നു. Now I invite our organizing committee chairman, MLA Hosdurg, former minister Sri E. Chandrasekharan, to deliver his presidential address. ഹോസ്ദുർഗ് കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന കേരളത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി, അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയിൽ നേരത്തെ തന്നെ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ച ജസ്റ്റിസ് മിസ്റ്റർ ബെച്ചു കുര്യൻ തോമസ്, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ അഡ്വക്കേറ്റ് MC ജോസ്, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, അതുപോലെ തന്നെ ശ്രീ NA നെല്ലിക്കുന്ന് MLA, അതുപോലെ ശ്രീ ഗോപാലകൃഷ്ണക്കുറുപ്പ് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് കേരള, ശ്രീ KK ബാലകൃഷ്ണൻ ഡിസ്ട്രിക്ട് ജഡ്ജ് സെഷൻസ് ജഡ്ജ്, ശ്രീ സുരേഷ് കുമാർ സ്പെഷ്യൽ കോർട്ട് ജഡ്ജ് ഹോസ്ദുർഗ്, ശ്രീമതി KV സുജാത ചെയർപേഴ്സൺ കാഞ്ഞങ്ങാട്, ശ്രീ CK ശ്രീധരൻ പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷൻ കമ്മിറ്റി, ശ്രീ CK രത്നാകരൻ, ശ്രീ മണികണ്ഠൻ നമ്പ്യാർ, ശ്രീ P. അപ്പുക്കുട്ടൻ ഉൾപ്പെടെ അധ്യക്ഷവേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട അഭിഭാഷകരെ, അഭിഭാഷക കുടുംബാംഗങ്ങളെ,
മറ്റ് ബഹുമാന്യരായ അതിഥികളെ, സുഹൃത്തുക്കളെ, ഹോസ്ദുർഗ് മുൻസിഫ് കോടതി ആരംഭിച്ച് 75 വർഷമെത്തുമ്പോൾ വളരെ ആഘോഷപൂർവമായ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ച കാഞ്ഞങ്ങാട് ബാറിൻ്റെ, ഹോസ്ദുർഗ് ബാറിലെ അഭിഭാഷകരുടെ തീരുമാനം ഏറ്റവും ഉചിതമായി എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായിരുന്ന ഈ മലബാർ മേഖല നമ്മുടെ കേരളപ്പിറവിക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥ, അന്ന് ഇവിടെ കോടതി ആരംഭിക്കാൻ വേണ്ടിയുള്ള തീരുമാനം, ആ കോടതി രൂപവൽക്കരിച്ചതിനെ തുടർന്ന് ഇവിടെ നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ, അതിലെ പ്രമുഖരായ അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവരുടെ ഏതാനും പേരുകളൊക്കെ തന്നെ സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ പിന്നിട്ട വർഷങ്ങളിൽ ഈ മേഖലയിൽ നമ്മുടെ കോടതി ഒരുപാട് ഉയർച്ച നേടി വിവിധങ്ങളായ കോടതികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിലും കൂടുതൽ മെച്ചപ്പെട്ട വിധത്തിലൊരു കോർട്ട് കോംപ്ലക്സ് ഉണ്ടാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ, അതിനുവേണ്ടിയുള്ള തുടക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ 75ാമത് വാർഷികം ആഘോഷിക്കുന്നു എന്നത് അതിലേറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. തീർച്ചയായും ആ കോർട്ട് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ഈ വേദിയിൽ തന്നെ, ഇവിടെ തന്നെയാണ് ഈ ആഘോഷ പരിപാടികൾ നടത്താൻ കഴിഞ്ഞിരിക്കുന്നത്. വളരെ പ്രഗത്ഭമതികളായ ഒരുപാട് അഭിഭാഷകർ ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ നിന്ന് മുൻസിഫായി കടന്നുപോയവർ ഹൈക്കോടതി ജഡ്ജായതും അതുപോലെ പ്രമുഖരായ മറ്റൊരുപാട് അഭിഭാഷകർ ഇവിടെ നിന്ന് ഉയർന്നു വന്നതും, കെ ചന്ദ്രശേഖരനെ പോലെ കാഞ്ഞങ്ങാട് ബാറിലെ അഭിഭാഷകനായിരിക്കുകയും അദ്ദേഹം കേരള നിയമസഭയിൽ അംഗമാവുകയും നിയമമന്ത്രിയാവുകയും ഒക്കെ ചെയ്തു ഉൾപ്പെടെയുള്ള ഒരു വലിയ പാരമ്പര്യമുള്ള ഒരു ബാറും ആ പ്രദേശത്തിൻ്റെ ഒരു കോടതിയും എന്ന നിലയിൽ തീർച്ചയായും ഈ സന്ദർഭത്തിൽ മറ്റൊരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയും. കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോടതിയിൽ ഒന്നായി മാറിയിരിക്കുന്ന ഈ ഹോസ്ദുർഗ് കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ ആദരണീയനായ ചീഫ് ജസ്റ്റിസാണ്. അദ്ദേഹം ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. തുടർന്നുള്ള പരിപാടിക്ക് വേണ്ടി I invite. Ladies and gentlemen, here comes the moment we all were waiting eagerly. Formal inauguration of the Platinum Jubilee celebrations of Hosdurg Court. May I respectfully request our chief guest, His Lordship, Mr. Justice Ashish Chandra Desai, Chief Justice of Kerala, to inaugurate the function by lighting the traditional lamp and thereafter deliver his inaugural address.
I respectfully invite and request our chief guest, His Lordship Justice Ashish Jitendra Desai, to deliver his inaugural address. Brother Justice Becho Kurian Thomas, Judge High Court of Kerala and Judge in charge of Kasaragod Judicial District, Sri Rajmohan Unnithan, Honorable Member of Parliament, Kasaragod, Honorable Members of Kerala Legislative Assembly representing various constituencies in Kasaragod District, Sri K. Gopal Krishna Kurup, Learned Advocate General of Kerala, Sri K. K. Balakrishnan, Principal District and Session Judge, Kasaragod, Srimati K.V. Sujatha, Chairperson, Kahangarh Municipality, Sri K.C. Ratnakaran, Member, Bar Council of Gujarat, Sri K. Manikandan Nambia, President, Bar Association, Kasaragod, Sri K. Sridharan, Patron, Platinum Jubilee Celebration Committee, Sri K.C. Shashidharan, President, Hosdurg Bar Association and General Convener, other office bearers of association, beloved judicial officers, respected senior advocates, dignitaries on the dais and off the dais, my dear junior lawyers, dear staff members of different courts, dear advocate clerks, ladies and gentlemen. Good morning to all of you. This function was waiting since long, I am aware. But due to certain reasons, it is now organized today, and I am very happy to be here. The history of the Municipal Court Hosdurg is a testament to its evolution and growth over the decades. I am informed that in the year 1949, the Municipal Court started functioning in a rented building at Kahangarh. Later, it was relocated to another spacious building in Kahangarh with better facilities and infrastructure to administer justice effectively. Eventually, the court shifted to its current location where it stands today as symbol of justice and integrity. This municipal court was started in 1949 and coincidentally, my father was also enrolled as an advocate in Gujarat in the year 1949. I am also informed that when the municipal court was established, Hosdurg was a part of South Kannada district of erstwhile state of Madras. At that time, 9 advocates, then practicing in Kasaragod, were moved to Hosdurg. In 1952, an additional municipal court was established, and a few years later, a sub-divisional magistrate court was also set up to handle criminal cases. Thereafter, a permanent sub-court and a special court, POCSO, were established, and in addition, there are judicial first-class magistrate courts, 1 and 2 municipal courts and Gram Nyalaya. In fact, before the establishment of courts in Hosdurg, the litigants had to travel to Kasaragod to file cases. With the establishment of the courts, the needs of the litigants were adequately addressed. I also came to know that over the last 7 decades, the strength of the Hosdurg Bar Association has grown to nearly 300 members who are actively participating in the court proceedings. Resultantly, the Bar Association has not only made significant contribution to the legal profession, but also has enriched the district judiciary. I am given to understand that Kesavananda Bharti, who filed the case before the Honorable Supreme Court of India, belonged to Edanarmut in Kasaragod district, and as well we all know, by the historic judgment delivered in the year 1973, the Honorable Apex Court had declared that the Parliament cannot amend or abrogate the fundamental features or the soul of the Constitution, including the rule of law and independence of the judiciary. It is also a time for us to preserve all our experiences gained so far, and it is also a crucial milestone to hold ourselves accountable for new goals and bring about the necessary changes. I think this is the occasion for expressing our gratitude
for the visionaries and leaders whose efforts led to the establishment of the Munsif Court at Hosdurg 75 years ago. And equally, we should acknowledge their foresight in setting up an institution vital for justice. Platinum Jubilee is an occasion to remember all those great judges who sat on the bench and all those great lawyers who appeared in the court and helped in the dispensation of justice. It is also an occasion which gives us opportunity to reflect as to whether we are preserving the rich legacy and heritage which we have inherited from great judges and lawyers alike. When I glance through the list of luminaries from the legal field who hail from the Kasaragod district, I notice many names, outstanding judges, eminent and distinguished lawyers. Many of them later become judges and number of them reach the Honorable Apex Court. Brother Justice A.K. Jayashankar Nambiar is also one of them who has his family roots in Hosdurg. It is indeed heartening to note that as part of the Platinum Jubilee celebrations, the Bar Association is planning to organize Lok Adalats, legal literacy camps and seminars in various Gram Panchayat with active cooperation and guidance of the judicial officers. I wholeheartedly support the initiative being undertaken by the Bar Association in relation to the Platinum Jubilee celebration and extend my best wishes for their success. As we celebrate this momentous occasion, it is essential to acknowledge the dedication and hard work of all those associated with Munsif Court, from the judges and lawyers to the staff, court staff and litigants themselves. Their tireless efforts and unwavering commitment to justice have been instrumental in shaping the legacy of this institution. I have also started my practice as a lawyer in appearing in district judiciary, appearing from the court of Munsif, senior civil judges, judicial magistrate first class, chief judicial magistrate, district court, and after practicing for around 4.5 years, I shifted to High Court of Gujarat and started practice there. In my opinion, the district judiciary is the backbone of the entire judicial system. Drafting a plaint is difficult than filing a writ petition under Article 226 of Constitution of India. And particularly, it is more difficult now to appropriately draft the plaint, since amendment would be now will be seen a little bit differently than in those old days, which ordinarily were granted by the court. So junior lawyers who are drafting the plaint or filing the written statements or rejoinders in the matters are, I'm sure that they will read the papers time and again, which provisions would be applicable in the particular case, and thereafter draft the plaint, and in the case of written statement accordingly. In our days, I am talking about 1986 to 1990-91, whenever an application even for appointment of court commissioner is to be drafted, our seniors have always asked us to prepare the application, such applications, keeping the CPC in the hands, and thereafter only you draft the application. Orders passed there below, such applications may be challenged before higher forum, and at that time the language of such application would be relevant to decide such issue. Therefore, I am again requesting all the lawyers who have started practice recently to be very precise in preparing the plaint or written statement. We have been also asked to remain present when in a suit the court is going to frame the issues. So you can go through the issues tentatively prepared by the concerned
Honorable Judge, and may also request to modify if required, if it is not yet framed. So these are the important aspects of the trial court which are required to be kept in mind by all of you. And these 75 years of this functioning of this court, you must have learned, or you must be learning such things from your seniors who are present in this hall. So before concluding, I take this opportunity to express my sincere gratitude to the office bearers of the Bar Association, its members, and all those who have contributed to organize various programs throughout the year marking the Platinum Jubilee celebration. With immense pleasure, I formally inaugurate the Platinum Jubilee celebration of the Munsif Court, Hostur. Thank you. We express our deep sense of gratitude to our Chief Guest, Honorable Chief Justice, for inaugurating the function. Now I invite Advocate K.C. Shashindran, President of Hosur Bar Association and General Convener of the Organizing Committee, to present a brief report of the activities of our committee and the Platinum Jubilee celebration. Honorable Chief Guest, Justice Ashish Jitendra Desai, Sri E. Chandrasekharan MLA, who presided over this function, and Sri Justice Bechu Kurian Thomas, and other prominent dignitaries were present on the stage and audience, all the presiding officers from Kasaragod and Hosur, media persons, press, my colleagues, advocates, clerks, staff, and ladies and gentlemen. With your kind permission, I am submitting the report before you. The history of Hosdur Munsif Court is a testament to its evolution and growth over the decades. Established on 4th, 1949, the court initially operated from a rented building provided by Hosdur Cooperative Bank in Kanyangar. Despite the humble beginnings, the court served the region diligently, catering to the legal needs of the people. Subsequently, the court was relocated to Kottacheri in Kanyangar, where it found a new home in a spacious building. This move marked milestones in the court's journey, providing better facilities and infrastructure to administer justice effectively. In pursuit of further enhancement, the court was eventually shifted to its current location, where it stands today as a symbol of justice and integrity. This move to the present building signifies the court's commitment to modernization and excellence in serving the community. A new building to house the court complex is coming up adjacent to the present and old building, catering to growing justice delivery demands. As Hosdur Munsif Court celebrates its Platinum Jubilee in the year 2024, it reflects on its rich history and reaffirms its dedication to upholding the principle of justice for many years to come. When the court was established, we are part of the South Kannada district in former state of Madras. In 1949, 9 advocates who had been practicing at Kasaragod moved to Hosdur. They were N.K. Nambiar, K.N. Kodat, Kukal Kunyambu Nair, C.M.K. Nair, K. Chandrasekharan, T.D. Nair, H.K. Lakshmana Iyer, V.K. Kunjiraman Nair, K.P. Kumaran Nair. In addition to Sri K.P. Narayanadas was already practicing in criminal court at Kanyangar during that time. After 1 or 2 years, Sri Rayarappan Nambiar joined the bar at Hosdur from Taliparamba, followed by S.R. Pai from Puttur. Later, Sri N.T. Nambiar and Sri A.V.K. Krishna Rao entered the bar. Subsequently, E.C. Sridharan, Sri P.V.K. Nair and others were enrolled. The Honorable P. Kunjikrishna Kurupu, the first Munsif of Hosdur, was renowned for his efficiency and dedication to the judiciary. Rising through the ranks, he eventually became a judge at the Kerala High Court on September 20th, 1969. His tenure was marked by his exceptional legal acumen and commitment to justice until his untimely demise on October 15, 1972. While serving as a
High Court judge. In 1952, an additional municipal court was established at Hosdur with Sri Subramaniam as the first additional municip. A few years later, during Sri K. Chandrasekharan's tenure as the Minister of Law, a subdivisional magistrate court was established to handle criminal cases in the area. In 1987, a permanent subcourt was founded in Hosdur. The special court for POCSO case was established in 2020. Alongside this, there are Judicial First Class Magistrate 1st, Judicial First Class Magistrate 2, Municipal Court Hosdur, Grama Nyayalaya Parappa. Additionally, MSCT camp sits weekly and the Family Court camp sits twice weekly. A new special court is anticipated for Kasaragod district with hopeful expectation from the Lordship of Chief Justice for its allocation to Hosdur. The founding members for this set high standard in both civil and criminal law, a legacy cherished by the members of this bar association for generations to come. We take pride in the fact that talented legal minds from this taluk and our bar have been appointed as judges in high courts. Justice V.P. Mohan Kumar, a judge in the Karnataka High Court, hails from this region, with his father being a founding member of our association. Similarly, Mr. Justice T.K. Chandrasekhar Das was a member of the Hosdur Bar until 1974. He later joined Sri K. Chandrasekharan as a junior in Ernakulam in 1974 and was appointed to the bench on 6/7/1994. Justice K.N.R., originally from this area, established his practice in Ernakulam after completing his studies in England and later retiring as a judge of the High Court of Kerala. Similarly, Justice K. Muhammad Shafi also hails from this locality, having previously served as our Honorable Munshi from 1976 to 1979. Justice B.M. Tulsidas, considered as a local figure, frequented Anandashram at Kanangad before retiring as a judge of High Court of Kerala, having previously served as a subdivisional magistrate at Hosdur. Justice N.K. Balakrishnan, a distinguished civil lawyer from our bar and a protege of CKC, then our senior most member. Among other notable figures from the bar are Sri Bhaskaran, a retired district judge and a former election commissioner of Kerala. Srimati Bharati, Sri Murali Krishnan, Srimati Sri Javi, K. S. Ramakrishnan, Srimati Annette Joseph, Haripriya Nambiar, Sri Manigantan, Miss Chitira Venugopal, and K. Surendra Patel, a district judge from the USA. All hail from the Kanjangad bar. Additionally, Sri K.K. Venugopal, renowned Supreme Court lawyer and former Solicitor General, has strong ties to our bar. As his wife is from this locality, while he himself hails from Payangadi, situated 30 kilometers from Kanjangad. Sri K. Purushottam, an ex-MLA, an eminent criminal lawyer, and Sri A. Velayudan Nambiar, the former Director General of Prosecution, were also members of this Hosdur bar. Furthermore, Mr. Justice Jayashankaran Nambiar, son of Justice K.N.R., originally from this region. These examples underscore the Hosdur bar's significance within the broader judicial landscape of Kerala. We also have several eminent lawyers who are not with us today. We would like to remember them on this occasion. As part of the Platinum Jubilee celebration, we plan to organize Lok Adalats, legal literacy camp, and seminars in various Gram Panchayats. We are confident that with the cooperation and guidance of our district judge, subordinate judge, and other judicial officer, we will successfully achieve our goals. In conclusion, the Platinum Jubilee celebration Hosdur Court stands as a testament to its rich legacy and enduring significance in our community. Through reflection on the past, celebration of the present, and aspiration of the future, this milestone event has strengthened bonds, fostered and camaraderie, and inspired a renewed commitment to excellence. As we will farewell to this remarkable celebration, let us carry forward the spirit of unity, progress, and service that defines the essence of Hosdur Court, ensuring its continued succession of generations to come. Thank you. Good evening to all. പ്രിയപ്പെട്ടവരെ, ഹോസ്ദുർഗ് ബാർ അസോസിയേഷന്റെ അംഗങ്ങളുടെ ഒരു ഡയറക്ടറി ഇവിടെ പ്രകാശനം ചെയ്യപ്പെടാൻ പോവുകയാണ്.
ഈ ഡയറക്ടറിയുടെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങേണ്ടിയിരുന്നത് ബാങ്ക് ഓഫ് ബറോഡയുടെ സോണൽ ഹെഡും ജനറൽ മാനേജറുമായ ശ്രീ ശ്രീജിത്ത് കൊട്ടാരത്തിൽ അവരുകളായിരുന്നു. നമ്മളിരിക്കുന്ന മനോഹരമായ ഈ കമാനവും ഈ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഹോസ്ദുർഗ് ബാർ അസോസിയേഷന് ബാങ്ക് ഓഫ് ബറോഡയെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കാൻ ഞങ്ങളേറെ സഹായിച്ച ഞങ്ങളുടെ മുൻ ബാർ മെമ്പർ കൂടിയാണ് ശ്രീ ശ്രീജിത്ത് കൊട്ടാരത്തിൽ. ഒരു അഭിഭാഷകനായി ഹോസ്ദുർഗിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്നു. അനിവാര്യം ഒഴിച്ചുകൂടാൻ പറ്റാത്തമായ ഔദ്യോഗിക തിരക്ക് കാരണം അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. പകരം കോഴിക്കോട് റീജിയണൽ മാനേജർ ശ്രീ കണ്ണനെ ഇവിടുത്തെ അയച്ചിട്ടുണ്ട്. Now is the time for releasing the directory, Advocates Directory of Hosdurg Bar Association. I invite the Bar Association Secretary, Advocate P.K. Sadishan, to kindly hand over the first copy to His Lordship Justice Betchu Kurian Thomas, and invite Mr. Kannan from Bank of Baroda to please come to the stage and receive the first copy. Very respectfully and humbly, I request His Lordship Justice Betchu Kurian Thomas to release the directory by handing over the first copy to Mr. Kannan, Regional Manager of Bank of Baroda. We congratulate the entire editorial team of Hosdurg Bar Association for their stupendous and strenuous efforts put in for months and months to come out with such a wonderful members directory. Congratulations, team editorial board. May I respectfully invite His Lordship Justice Mr. Betchu Kurian Thomas to deliver the keynote address. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ഇ ചന്ദ്രശേഖരൻ MLA, Honorable the Chief Justice Justice A.J. Desai, കാസർഗോഡിൻ്റെ മെമ്പർ ഓഫ് പാർലമെൻറ്റും കാസർഗോഡിൻ്റെ MLAയും വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ മുന്നിലിരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസേഴ്സ്, അഭിഭാഷകർ, സീനിയർ അഭിഭാഷകർ, എല്ലാവർക്കും എൻ്റെ a warm good evening, good afternoon. With due respects to the Chief Justice, I would prefer to speak in the local language in my mother tongue. I will mix my speech with mother tongue and English. പ്രൗഢഗംഭീരമായ ഈ സദസ്സിന് വളരെ അർത്ഥവത്തായ ഒരു പരിപാടിയാണ് ഇവിടെ ഇന്ന് നടത്തുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. എന്നാൽ ഇപ്പോൾ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് വായിച്ച ആ റിപ്പോർട്ടിൽ പറഞ്ഞ പ്രഗത്ഭരായ അഭിഭാഷകരുടെയും ന്യായാധിപരുടെയും പേരുകൾ കേട്ടപ്പോൾ ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു ചെറിയ ചലനം സൃഷ്ടിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. കാസർഗോഡിന്റെ ഇന്നത്തെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് ജവഹർ ജോസും ബിപിൻ ദാസും അനൂപ് കുമാറും ബിജിയും ഒക്കെ ഇന്ന് ഞങ്ങളുടെ മുൻപിൽ ഓരോ ദിവസവും അഭിഭാഷകരായിട്ട് അവരുടെ പ്രകമ്പനം പെറ്റ വാദങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. അവരിൽ നിന്നും ജയേഷും അവിടെ ഇരിപ്പുണ്ട്, ജയേഷ് മോഹൻകുമാറും, ഇവരുടെയൊക്കെ വായിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട് കാഞ്ഞങ്ങാട് ബാറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അവരുടെ ആ എബിലിറ്റിയെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കാഞ്ഞങ്ങാട് ബാറിന് അവരെ സഹായിച്ച രീതിയും. ഞാൻ കോടോത്ത് ശ്രീധരന്റെ പേരും വിട്ടുപോയി. കോടോത്ത് ശ്രീധരനും ഒക്കെ കേരള ഹൈക്കോടതിയിലെ പ്രഗത്ഭരായ അഭിഭാഷകരാണ്. ഇതെല്ലാം ഉടലെടുത്തിരിക്കുന്നത് ഈ ചെറിയ ഒരു മുൻസിഫ് കോടതിയായി ആരംഭിച്ച ഈ കാഞ്ഞങ്ങാട് നിന്നാണ്. ഹോസ്ദുർഗും കാഞ്ഞങ്ങാടും ഒന്നാണെന്ന് ഞാൻ ഒരു 3 മാസം മുൻപാണ് അറിഞ്ഞത്. ഈ ജില്ലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് രണ്ടും രണ്ടായിരുന്നു. എന്നാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ജഡ്ജ് എന്ന ചാർജ് ലഭിച്ചപ്പോൾ ഇങ്ങനെ ഒരു നല്ല മുഹൂർത്തം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും മനസ്സിൽ ആലോചിച്ചിട്ടില്ല. അതിന് അവസരം തന്ന എല്ലാ ഈ ഭാരവാഹികൾക്കും ആദ്യമായിട്ട് തന്നെ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളട്ടെ.
എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്? ഇപ്പോൾ അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറിയും പറഞ്ഞു, ബാങ്ക് ഓഫ് ബറോഡ സ്പോൺസർ ചെയ്തു. എത്രയോ പണം ചെലവഴിച്ചിരിക്കുന്നു. എറണാകുളത്തു നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും എല്ലാം ആൾക്കാർ വന്നെത്തിയിരിക്കുന്നു. Why do we have such a program? Is it not a waste of money? Is it not a waste of time of the officials, the judges, the other officials? ഇത് നമ്മൾ റിഫ്ലക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ. ഒരു കാറിന് മുന്നോട്ട് ചലിക്കണമെന്നുണ്ടെങ്കിൽ ഒരു റെയർ വ്യൂ മിറർ വേണം. ഈ റെയർ വ്യൂ മിറർ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് വളരെ സേഫ് ആയിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെയാണ് ഈ പരിപാടി. ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭരായ പഴയ അഭിഭാഷകർക്ക് അവരുടെ പിൻതുല തലമുറക്കാരെ നോക്കുവാനും, ഇന്ന് പുതുതായിട്ട് അഭിഭാഷകരായി എൻറോൾ ചെയ്തവർക്ക് അവരുടെ പിൻതലമുറക്കാരെ നോക്കി അവർ നയിച്ച പാതയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാനുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനും, അടുത്ത 25 വർഷം 100ലേക്ക് സെന്റിനറി സെലിബ്രേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇതിലും കൂടുതൽ വളർന്നു വരുവാൻ വേണ്ടിയാണ് ഈ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷനിലെ ചെലവാക്കുന്ന ഓരോ പണവും, ഓരോ തുകയും അത് അർത്ഥവത്താക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ മുന്നിലിരിക്കുന്ന യുവ അഭിഭാഷകരും സീനിയർ അഭിഭാഷകരും എല്ലാവരും അവരുടെ പഴയ കാലത്തേക്ക് നോക്കി മാറ്റങ്ങൾ വരുത്തുവാനായിട്ടുള്ളത് ഉൾക്കൊണ്ട് മുന്നോട്ട് ചലിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടതെന്ന് ഞാൻ അപേക്ഷിച്ചുകൊള്ളട്ടെ. This is why this program has great significance. We cannot move forward without having such celebrations as an introspection for the past and a realization of what is required for the future. ഇന്നലെ ഞാൻ കാസർഗോഡ് ബാർ അസോസിയേഷനെ അഭിസംബോധന ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ ജീവിതത്തിലും ചീഫ് ജസ്റ്റിസും പറഞ്ഞു, ചീഫ് ജസ്റ്റിസിന്റെ ജീവിതത്തിലും ഏറ്റവും ധന്യമായ മുഹൂർത്തങ്ങൾ, അഭിഭാഷകരെന്ന നിലയിൽ ഏറ്റവും ധന്യമായ മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുള്ളത് മുൻസിഫ് കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലും ജില്ലാ കോടതിയിലും അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തപ്പോഴാണ്. ഒരിക്കലും ആ സന്ദർഭങ്ങൾ മനസ്സിലാക്കുവാൻ മറക്കുവാനായിട്ട് സാധിക്കില്ല. കാരണം അവിടെയാണ് യഥാർത്ഥ നിയമം നടക്കുന്നത്. ഒരു സാക്ഷിയെ ക്രോസ് വിസ്തരിക്കുകയും ആ വിസ്താരത്തിലൂടെ കേസിന്റെ ഒരു തുമ്പ് കിട്ടുകയും സാധിക്കുക എന്നത് ഒരു അഭിഭാഷകന്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമുഹൂർത്തമാണ്. ആദ്യമായിട്ടൊരു അഭിഭാഷക കമ്മീഷനായിട്ട് എനിക്ക് അപ്പോയിന്റ് ചെയ്തു. 300 രൂപയായിരുന്നു അന്ന് ലഭിച്ചത്. അതില് ഏറ്റവും പേടിപ്പെടുത്തുന്നതും പ്രയാസമുണ്ടായിരുന്നത് കോടതിയുടെ കൂട്ടിൽ കയറി അഭിഭാഷകന്റെ ക്രോസ് വിസ്താരം നേരിടേണ്ടി വന്നപ്പോഴാണ്. ഓരോ വാക്കും ഓരോ വാചകവും എന്തുമാത്രം അർത്ഥവത്തായിട്ടായിരിക്കണം ആ കമ്മീഷൻ റിപ്പോർട്ടിൽ എഴുതുന്നത് പോലും മനസ്സിലായത് അന്ന് അഭിഭാഷക കമ്മീഷനായതാണ്. അതൊരു മുൻസിഫ് കോടതിയിലാണ്. ഇന്ന് ഹൈക്കോടതി ന്യായാധിപനായിട്ട് ഇരിക്കുമ്പോൾ അന്നത്തെ ആ അനുഭവം ഒരു കമ്മീഷൻ റിപ്പോർട്ടിന്റെ ചലഞ്ച് വരുമ്പോഴും ഒരു കമ്മീഷൻ റിപ്പോർട്ട് വായിക്കുമ്പോഴും അന്നത്തെ ആ എക്സ്പീരിയൻസ് ഇന്ന് വളരെ വളരെ ഉപയോഗപ്രദമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാഞ്ഞങ്ങാട് മുൻസിഫ് കോടതി 49 സ്ഥാപിക്കപ്പെട്ട ഈ കാഞ്ഞങ്ങാട് മുൻസിഫ് കോടതി ഒരു അഭിഭാഷകൻ അവന്റെ പ്രയാണത്തിൽ ന്യായാധിപനായിട്ട് വരുമ്പോഴും എല്ലാം ഏറ്റവും ഉപയോഗമുണ്ടാകുന്ന കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് കാഞ്ഞങ്ങാട് അഭിഭാഷകരെ, ന്യായാധിപരെ, ഈ കാഞ്ഞങ്ങാട് ബാർ നിങ്ങളുടെ കഴിഞ്ഞ തലമുറ മാത്രമല്ല വരാൻ പോകുന്ന തലമുറയ്ക്കും ഒരു മാതൃകയായി ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Your Lordship, for the advice given to the young generation of lawyers. The word gratitude is just a simple formality when coming to express our thankfulness to our Chief Guest, respectful Chief Justice and Justice Becchu Kurian Thomas. To commemorate this occasion of the Platinum Jubilee celebration inaugural function of Hosur Court, we would love to present very humbly a small memento to our Chief Guest, the Chief Justice of Kerala, His Lordship, Mr. Justice Ashish Desai. I invite the President of Hosur Bar Association, Advocate K.C. Shashindran, to hand it over, and very humbly we request Your Lordship to accept this small token of appreciation from the 300 members of Hosur Bar as well as the entire members of the Platinum Jubilee Organizing Committee.
We are so fortunate to have a very learned and a true mentoring Justice of Kerala High Court in charge of Kasaragod district. The way he actually spoke today really was an eye-opener to you and me. This organizing committee would love to present a small memento to His Lordship Justice Bechu Kurian Thomas. I invite MLA Kanyangad, the chairman of the organizing committee, E. Chandrasekharan, to kindly hand over this memento to Justice Bechu Kurian Thomas and request His Lordship to kindly accept the same. അടുത്തത് ആശംസാ പ്രസംഗങ്ങളാണ്. വളരെ സമ്പൂജ്യരായ നിരവധി അതിഥികൾ ഇവിടെ ആശംസകൾ അർപ്പിക്കാനുണ്ട്. സമയപരിമിതി കണക്കിലെടുത്തുകൊണ്ട് ആശംസാ പ്രസംഗങ്ങൾ ചുരുക്കം വാക്കുകളാക്കണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് അടുത്ത ഇനമായ ആശംസാ പ്രസംഗങ്ങളിലേക്ക് കടക്കുകയാണ്. I request Sri Rajmohan Unnithan MP to felicitate the gathering. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, കാസർഗോട്ടെ കാഞ്ഞങ്ങാട് MLAയും ഈ പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷൻ്റെ ചെയർമാനുമായ ശ്രീ ഇ. ചന്ദ്രശേഖരൻ, ഇന്ന് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത Honorable Chief Justice of Kerala Ashish Jitendra Desai, അതുപോലെ മുഖ്യ പ്രഭാഷണം നടത്തിയ Honorable Justice Bechu Kurian Thomas, റിപ്പോർട്ട് അവതരിപ്പിച്ച KC ശശീന്ദ്രൻ, സ്വാഗത പ്രാസംഗികൻ ശ്രീ MC ജോസ്, ശ്രീ NA നെല്ലിക്കുന്ന് MLA, ശ്രീ സുരേഷ് കുമാർ, ശ്രീ ഗോപാലകൃഷ്ണ കുറുപ്പ്, ശ്രീമതി KV സുജാത, ശ്രീ CK ശ്രീധരൻ, ശ്രീ മണികണ്ഠൻ നമ്പ്യാർ, ശ്രീ അപ്പുക്കുട്ടൻ, അധ്യക്ഷവേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹനിധികളായ അഭിഭാഷകരെ, അവരുടെ കുടുംബാംഗങ്ങളെ, വക്കീൽ ഗുമസ്തന്മാർ, അവരുടെ കുടുംബാംഗങ്ങൾ, കോടതിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾ, മാധ്യമ പ്രവർത്തകർ, ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികൾ, ലോ കോളേജിലെ വിദ്യാർത്ഥിനികൾ, സഹോദരി സഹോദരന്മാരെ, ഈ ചടങ്ങിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇന്നെൻ്റെ പര്യടനം മുഴുവൻ മാറ്റിവെച്ചിട്ട് ചീഫ് ജസ്റ്റിസ് വരുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇവിടെ എത്തിച്ചേർന്നത്. കാരണം ഇന്ന് അല്പം വൈകി ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകരുതൽ എടുത്തത്. ഇന്ന് കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലത്തിലായിരുന്നു എൻ്റെ പര്യടനം. അത് പൂർണ്ണമായി ക്യാൻസൽ ചെയ്തത് ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ്. ഞാൻ ഇതിനു മുമ്പൊരിക്കൽ ഈ കോടതിയിൽ വന്നത് 1 ഏക്കർ 20 സെന്റ് സ്ഥലം കോടതിക്ക് കൈമാറാൻ വേണ്ടി കേരള ഹൈക്കോടതിയിലെ ബഹുമാന്യനായ ജഡ്ജി ശ്രീ ദേവൻ രാമചന്ദ്രൻ പങ്കെടുത്ത ഒരു ചടങ്ങിൽ ആണ്. അന്നാണ് ഈ കോടതിക്ക് 1 ഏക്കർ 20 സെന്റ് സ്ഥലത്തിൻ്റെ പ്രമാണം കൈമാറിയത്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ചടങ്ങിൽ ഞാൻ എത്തിയത്. ഞാനിവിടെ സെബാസ്റ്റ്യൻ പോൾ പ്രസംഗിക്കാൻ ആരംഭിച്ചപ്പോൾ എത്തിയതാണ്. ഞാൻ ആ പ്രസംഗമൊക്കെ വളരെ സസൂക്ഷ്മയോട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അനീതിയിൽ കെട്ടിപ്പടുത്ത ഒരു രാഷ്ട്രത്തിനും അധികകാലം നിലനിൽക്കാനാവില്ല എന്നുള്ളത് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. നീതിയിൽ അധിഷ്ഠിതമായ രാജ്യങ്ങൾക്ക് മാത്രമേ ശാശ്വതമായ നിലനിൽപ്പുള്ളൂ. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യത്തിന് 4 നെടും തൂണുകളാണ്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് ഫോർത്ത് എസ്റ്റേറ്റ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഒരു ക്ഷേത്രമാണെങ്കിൽ അതിൻ്റെ 2 ഗോപുരങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സും അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങളും. ആ ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള വിഗ്രഹമാണ് നമുക്കറിയാം നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ. ഭരണഘടന ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ്.
രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരണം ഭരണഘടനാ സ്ഥാപനങ്ങളെ ഓരോന്ന് നിയന്ത്രിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജുഡീഷ്യറി ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം തന്നെ അപകടത്തിലാകുമെന്നുള്ളത് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഓരോന്നിലും അമിതമായ കൈകടത്തുകൾ വരുമ്പോൾ കോടതിയുടെ ഇടപെടലില്ലെങ്കിൽ നമ്മുടെ രാജ്യം അപകടത്തിലേക്ക് നീങ്ങും എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു വസ്തുതയാണ്. നമുക്ക് വൈകി കിട്ടുന്ന നീതി നിഷേധമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഡിലേഡ് ജസ്റ്റിസ് ഈസ് ഡിനൈഡ് ജസ്റ്റിസ് എന്നാണ് പറയാനുള്ളത്. മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 39 അനുസരിച്ച് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും പെട്ടെന്ന് നീതി കിട്ടുകയും നിയമസഹായം സൗജന്യമായി കിട്ടുകയും വേണമെന്നുള്ളതാണ്. ഇവിടെ സ്പീഡി ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ അഡ്വൈസ് ഇത് രണ്ടും നമ്മുടെ രാജ്യത്ത് വളരെ വൈകി മാത്രമാണ് കിട്ടുന്നത്. ഈ ഇന്ത്യയിൽ 80,000-ഓളം കേസുകൾ സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം താഴോട്ടുള്ള കോടതിയിലൊക്കെ സ്ഥിതി എന്താണെന്നുള്ളത്. ഇന്റർനെറ്റ് യുഗത്തിൽ കഴിയുമ്പോൾ പോലും ആ ഇന്റർനെറ്റ് യുഗത്തിന്റെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തി എത്രയും വേഗം ജനങ്ങൾക്ക് നീതി കൊടുക്കാൻ കോടതികൾക്ക് കഴിയണമെന്ന് മാത്രമല്ല, നമ്മുടെ ഭരണഘടനാ തത്വങ്ങൾ ആരെങ്കിലും അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ജനങ്ങളിൽ അവബോധം വളരണമെങ്കിൽ നീതി ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. 2 വെല്ലുവിളികളാണ് നമ്മുടെ രാജ്യം നേരിടുന്നത് ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം. ആർട്ടിക്കിൾ 14, the state shall not deny to any person equality before law or equal protection of the law within the territory of India. നമ്മുടെ രാജ്യത്ത് ഭരണഘടനയുടെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്, തുല്യന്മാരാണ്. ആ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 വെല്ലുവിളിയെ നേരിടുന്നു. ഇനി ഒന്നുകൂടിയുണ്ട്, ആർട്ടിക്കിൾ 25, റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ. ഒരു ജാതിയിൽ വിശ്വസിക്കാൻ, ഒരു മതത്തിൽ വിശ്വസിക്കാൻ, ആ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ, ആ മതം പ്രചരിപ്പിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഭരണ കൊടുത്ത അവകാശം, അതിൽ ഒരു വെല്ലുവിളി ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് ആ വെല്ലുവിളികളെ അതിജീവിക്കണമെങ്കിൽ നമ്മുടെ ആ ജുഡീഷ്യറിയെ ഒന്നുകൊണ്ട് മാത്രമേ കഴിയൂ. കാരണം ഈ രാജ്യത്തെ പൗരന്മാർ അവസാനത്തെ അഭയകേന്ദ്രമായി കാണുന്നത് കോടതികളെയാണ്, വക്കീലന്മാരെയാണ്, ജഡ്ജിമാരെയാണ് എന്നുള്ളത് കൊണ്ട് ഭരണഘടനയുടെ കാവലാളന്മാരായി ജനങ്ങൾ മാറണമെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നെടും തൂണുകളായി കോടതികളും ജഡ്ജിമാരും വക്കീലന്മാരും മാറണം. വെല്ലുവിളികളെ അതിജീവിക്കാൻ അത് മാത്രമേ ഒരു പ്രായോഗികമായ മാർഗമുള്ളൂ. ഇന്ന് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന പാരമ്പര്യമുള്ള പൈതൃകമുള്ള ഈ കോടതിക്കും കോടതിയിലെ അഭിഭാഷകർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും സർവശക്തനായ തമ്പുരാൻ നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്ലാറ്റിനം ജൂബിലിക്ക് എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. Thank you, sir. Now I invite Kasagod MLA N.A. Nellikunnu to address the gathering. With the hope that the Honorable Mr. Justice A.J. Desai, Chief Justice High Court of Kerala, will pardon me, I am delivering a few words in my mother tongue, Malayalam. ഈ ചടങ്ങിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ, മുൻ മന്ത്രിയും കാഞ്ഞങ്ങാട് MLA-യുമായ ശ്രീ ഇ. ചന്ദ്രശേഖരൻ, ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ, ഏറ്റവും ആദരണീയനായ മിസ്റ്റർ ജസ്റ്റിസ് A.J. ദേശായി, ചീഫ് ജസ്റ്റിസ് ഹൈക്കോർട്ട് ഓഫ് കേരള, മുഖ്യ പ്രഭാഷകൻ മിസ്റ്റർ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ്, പ്രിയങ്കരനായ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, സ്വാഗത പ്രഭാഷണം നടത്തിയ ശ്രീ MC ജോസ്, റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീ KC ശശീന്ദ്രൻ, ശ്രീ ഗോപാലകൃഷ്ണക്കുറുപ്പ് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് കേരള, ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജി ശ്രീ KK ബാലകൃഷ്ണൻ,
കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി KV സുജാത, ശ്രീ സുരേഷ് കുമാർ സി അടക്കം ശ്രീ CK ശ്രീധരൻ, ശ്രീ CK രത്നാകരൻ, ശ്രീ മണികണ്ഠൻ നമ്പ്യാർ, ശ്രീ P അപ്പുക്കുട്ടൻ അടക്കം വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജില്ലയിലെ നീതിന്യായ നിർവഹണ സംവിധാനത്തിൻ്റെ ചരിത്രത്തിലെ നിർണായകവും സന്തോഷകരവുമായ മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുവാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യവും സന്തോഷവും ഞാൻ ആദ്യമായി പ്രകടിപ്പിക്കുകയാണ്. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കമ്മിറ്റിയെ ഞാൻ ആർദവമായി അനുമോദിക്കുന്നു. ജനാധിപത്യ പ്രക്രിയയിലെ അതിപ്രധാന ഘടകമാണ് നീതിന്യായ വ്യവസ്ഥ. അതിൻ്റെ വളർച്ചയും വികാസവും അർത്ഥവത്തും പക്വവുമായ ഒരു സിവിൽ സമൂഹത്തിൻ്റെ അടയാളമായിട്ടാണ് പരിഷ്കൃത ലോകം എപ്പോഴും കരുതിപ്പോന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ നമ്മുടെ ജില്ലയിൽ 75 വയസ്സ് തികയുന്ന ഓസ്തൂർഗ് കോടതി നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ പ്രതീക്ഷയും അഭയവുമായി മാറി എന്നത് എക്കാലവും നമുക്ക് അഭിമാനം നൽകുന്നു. ചില ആശങ്കകൾ നമ്മെ അലട്ടുന്ന സാഹചര്യമാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത്. ജനാധിപത്യ സങ്കല്പങ്ങളും അതിൻ്റെ ഘടനയും ഗുരുതരമായ ചില വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യം നാം ഇന്ന് അഭിമുഖീകരിക്കുന്നു. നിശ്ചയമായും ഇതിനെതിരെയുള്ള പ്രതിരോധം എല്ലായ്പ്പോഴും ഒരു പ്രതീക്ഷയായി, ആശയായി നമ്മുടെ മുമ്പിലുള്ളത് നീതിന്യായ സംവിധാനം തന്നെയാണ്. ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിൻ്റെ മൂലക്കല്ലുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചില നിയമങ്ങൾ മാറ്റത്തിന് വിധേയമാക്കപ്പെട്ട സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായി എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. 2023 ഡിസംബർ 21 നമ്മുടെ പാർലമെന്റിൽ പാസാക്കിയെടുത്ത നിയമങ്ങൾ ഈ ഗണത്തിൽപ്പെടുന്നു. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ നിയമം നമ്മുടെ പാർലമെന്റ് പാസാക്കുമ്പോൾ പ്രതിപക്ഷത്തെ ബഹുഭൂരിഭാഗം MP-മാരും പാർലമെന്റിൽ സസ്പെൻഷനിലായിരുന്നു എന്ന് നമുക്കറിയാം. തീർച്ചയായും ഈ ആശങ്കകളൊക്കെ നിലനിൽക്കുമ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള നമ്മുടെ പ്രതീക്ഷയാണ്, നമ്മുടെ അഭയമാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ഈ ആശങ്കകൾ ഇല്ലാതാക്കുമെന്നും ജനങ്ങളുടെ പ്രതീക്ഷക്കത്ത് ഉയരുകയും ചെയ്യുമെന്നുള്ള വിശ്വാസം നമുക്കെല്ലാവർക്കുമുണ്ട്. ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ നേരിടുന്ന പ്രതിസന്ധിയും നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾക്ക് നേരെ ഉയരുന്ന വെല്ലുവിളിയും കരുത്തോടെ മറികടക്കാനും അത്തരം വെല്ലുവിളികളെ പ്രതിരോധിക്കുവാൻ നിശ്ചയമായും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം നൽകിയ ഇതിൻ്റെ സംഘാടകരോടുള്ള സ്നേഹവും ബഹുമാനവും നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. Now I invite Sri K. Gopalakrishna Krupa, Advocate General of Kerala, to felicitate the gathering. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ നിയമസഭാ അംഗം ശ്രീ E. Chandrasekharan, Honorable the Chief Justice of the High Court of Kerala, Mr. Justice Ashish Jitendra Desai, ബഹുമാനായ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബെറ്റി കുര്യൻ തോമസ്, ഈ നിയോജക മണ്ഡലത്തിലെ ലോകസഭാംഗം ആദരണീയനായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കാസർഗോഡ് MLA ശ്രീ N.A. നെല്ലിക്കുന്ന്, ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികൾ ശ്രീ MC ജോസ്, ശ്രീ K.K. ബാലകൃഷ്ണൻ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ്, ശ്രീ സുരേഷ് കുമാർ സ്പെഷ്യൽ ജഡ്ജ് പോക്സോ ഹോസ്റ്റൽ, ശ്രീമതി KV സുജാത ചെയർപേഴ്സൺ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി, ശ്രീ CK ശ്രീധരൻ സീനിയർ മെമ്പർ ഓഫ് ദ ബാർ, ശ്രീ CK രത്നാകരൻ മെമ്പർ ബാർ കൗൺസിൽ, ശ്രീ മണികണ്ഠൻ നമ്പ്യാർ, ശ്രീ അപ്പക്കുട്ടൻ, ആദരണീയരായ ഡിസ്ട്രിക്ട് ജുഡീഷ്യറിയിലെ ജുഡീഷ്യൽ ഓഫീസർമാർ, ഹോസ്റ്റർ ബാർ അസോസിയേഷനിലെ അഭിഭാഷകരായ അംഗങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾ, അഭിഭാഷക ക്ലർക്കന്മാരുടെ പ്രതിനിധികൾ, മറ്റ് സഹോദരി സഹോദരന്മാർ,
എനിക്ക് മുൻപ് സംസാരിച്ചവരെല്ലാം സൂചിപ്പിച്ചതുപോലെ കേരളം ഇന്നത്തെ നിലയിൽ രൂപമെടുക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഇന്നത്തെ നിലയിലെ നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങളുടെ ഭാഗമായുള്ള നീതിന്യായ സംവിധാനങ്ങൾ നിലവിൽ വരുന്നതിന് മുൻപ് അന്നുണ്ടായിരുന്ന നീതിന്യായ സംവിധാനത്തിൻ്റെ ഭാഗമായി 75ഓളം വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ ഒരു മുൻസിഫ് കോർട്ട് എന്ന കോടതി സ്ഥാപനത്തോടുകൂടി ആരംഭിച്ച ഈ പ്രദേശത്തെ നീതിന്യായ സംവിധാനത്തിൻ്റെ പ്രവർത്തനം ഇന്ന് 75 കൊല്ലങ്ങൾക്ക് ശേഷം ഒരു സ്പെഷ്യൽ കോർട്ടും സബ് കോടതിയും ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികളും മറ്റു കോടതി സംവിധാനങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന വിപുലമായ ഒരു നീതിന്യായ സംവിധാനത്തിൻ്റെ ഭാഗമായി വളർന്നു കഴിഞ്ഞു. ഈ നേരത്തെ ഇവിടെ അവതരിപ്പിച്ച റിപ്പോർട്ടുകളിലും മറ്റും സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 10 അഭിഭാഷകരുടെ ആയി തുടങ്ങിയ ആ ബാർ അസോസിയേഷനിലെ അംഗത്വം അല്ലെ അഭിഭാഷകരുടെ പങ്കാളിത്തം ഇന്ന് 300ലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് കാഞ്ഞങ്ങാട് അല്ലെങ്കിൽ ഹോസ്ദുർഗ് ബാർ അസോസിയേഷനിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയല്ല. നമ്മുടെ രാജ്യത്ത് ആകെ തന്നെ ഈ അഭിഭാഷക വൃത്തിയിലേക്ക് വരുന്നതിന് ഔത്സുക്യം കാണിക്കുന്ന ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാരെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. നേരത്തെ വളരെ ചുരുക്കം അംഗങ്ങൾ മാത്രം അഭിഭാഷക വൃത്തിയിലേക്ക് വന്നിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നിപ്പോൾ പുതിയ കണക്കുകൾ കാണിക്കുന്നത് ഓരോ വർഷവും ഏതാണ്ട് 6000ഓളം അഭിഭാഷകർ പുതുതായി അഭിഭാഷക വൃത്തിയിലേക്ക് വരുന്നു എന്നാണ് ബാർ കൗൺസിലിൻ്റെ കണക്കുകൾ കാണിക്കുന്നത്. അത് ശരിയാണെങ്കിൽ ഈ 10 പേരുമായി ആരംഭിച്ച് ഇന്ന് 300-ലെത്തി നിൽക്കുന്ന ഹോസ്ദുർഗ് ബാർ അസോസിയേഷനെ പോലെയുള്ള കോടതി സമുച്ചയങ്ങളിലെ അഭിഭാഷകരുടെ എണ്ണം ഇനിയും നല്ല നിലയിൽ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിൽ പൊതു സമൂഹത്തിലെ സാധാരണ ജനങ്ങളുമായി എന്നും അവരുടെ ആദ്യ നിലയിൽ ഈ സംവിധാനത്തിലെ ഈ നിവൃത്തികൾ നേടുന്നതിന് വേണ്ടി സമീപിക്കുന്ന ഒരു വിഭാഗം എന്നുള്ള നിലയിൽ അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചുമതലയും അവരുടെ ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. വളരെ വലിയ നിലയിലേക്ക് ഇത് ഉയർത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കാരണം ഈ സംവിധാനത്തിലുള്ള വിശ്വാസം നിലനിർത്തുന്നതോടൊപ്പം തന്നെ ആ അഭിഭാഷക വൃത്തിയുടെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ ഈ ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ്റെ പാരമ്പര്യവും പൈതൃകവും സൂചിപ്പിക്കുന്നത് പോലെ അഭിഭാഷക വൃത്തിയുടെ ഉന്നതമായ മൂല്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ നൈതികതയും ഒക്കെ കാത്തുസൂക്ഷിക്കുന്നതിൽ എന്നും മുൻകൈ എടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വിഭാഗം അഭിഭാഷകരുടെ സംഘടനയാണ് ഇവിടുത്തെ ബാർ അസോസിയേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ആ സേവനം രാജ്യത്തെ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന തരത്തിൽ സത്യസന്ധമായ രീതിയിൽ മെച്ചപ്പെട്ട നിയമോപദേശങ്ങൾ അവർക്ക് നൽകുന്ന രീതിയിൽ ഈ പ്രൊഫഷനോടുള്ള ഉത്തരവാദിത്തം, ഈ അഭിഭാഷക വൃത്തിയോടുള്ള ഉത്തരവാദിത്വം ഏറ്റവും നല്ല നിലയിൽ നിറവേറ്റുന്നതിന്, ഏറ്റവും മികവാർന്ന രീതിയിൽ നിറവേറ്റുന്നതിന് ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷവേളയിൽ നിങ്ങൾ നടത്തുന്ന അനുസ്മരണങ്ങളും കഴിഞ്ഞകാല ചരിത്രങ്ങളെ സംബന്ധിച്ചുള്ള വിവരണങ്ങളുമൊക്കെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇന്ന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 1.5 ഏക്കറോളം സ്ഥലത്ത് പുതുതായി നിർമ്മിക്കപ്പെടുന്ന പുതിയ കോടതി സമുച്ചയങ്ങൾ അല്ലെങ്കിൽ പുതിയ കോടതിയുടെ സംവിധാനങ്ങൾ അതിന് നിങ്ങളെ മെച്ചപ്പെട്ട രീതിയിൽ ആ സേവനം നൽകുന്നതിന് സഹായിക്കുമാറാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മുടെ ബഹുമാനായ ചീഫ് ജസ്റ്റിസ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ നീതിന്യായ കോടതികളുടെ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ വിധിയുടെ പേരിൽ അറിയപ്പെടുന്ന കേശവാനന്ദ ഭാരതിയുടെ ദേശം എന്നുള്ള നിലയിൽ ആ വിധിയുടെ പ്രത്യേകതകളെ സംബന്ധിച്ച് നിങ്ങളോട് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ആ വിധിയുടെ ഏറ്റവും നിർണായകമായ വിധിയുടെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയിൽ എന്താണെന്നൊക്കെ എനിക്ക് മുൻപ് സംസാരിച്ചവർ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ വിധിയിൽ സുപ്രീം കോടതിയിലെ 13-അംഗ ബെഞ്ച് സൂചിപ്പിക്കുന്ന മാതിരിയുള്ള ആ ഭരണഘടനാ തത്വങ്ങളുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളുടെ ഉയർത്തിപ്പിടിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങളിൽ, അതിനുള്ള പ്രചാര വേലകളിൽ ഒക്കെ ഈ കാസർഗോഡ് ഹോസ്ദുർഗ് ബാർ അസോസിയേഷനും അതിൻ്റെ അംഗങ്ങൾക്കും സാധിക്കട്ടെ എന്ന്
ആശംസിച്ചുകൊണ്ടും ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. Thank you, sir. I invite Sri K.K. Balakrishnan, District and Sessions Judge, Kasaragod, to address the gathering. Honorable Chief Justice of High Court of Kerala, Honorable Justice Becchu Kurian Thomas, sir, MP Rajmohan Unithan, MLA and മറ്റ് ജനപ്രതിനിധികളെ, വേദിയിലും സദസ്സിലുമുള്ള ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷക ഗുമസ്തന്മാർ, കോടതി ജീവനക്കാർ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. As the principal district judge and the head of this judicial justice, I can proudly say only one thing. The Hosdurg Bar is one of the best in Kerala as well as Kasaragod. Because last കഴിഞ്ഞ 8 മാസം as a principal judge, I am enjoying the attitude and approach of these members of this bar. So I can proudly say you are the best among the Kerala other centers. This is my personal experience. And the next thing is, ഇവിടെ എല്ലാവരും പറഞ്ഞു പുതിയ കോടതി വരികയാണെന്ന്. എവിടെയാണെന്ന് ആരും പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെയാണ് കോടതി വരാൻ പോകുന്നത്. ദ പ്രൊപ്പോസ്ഡ് സൈറ്റ് ഈസ് ദിസ് സെന്റർ. കാലവും സമയവും മറ്റ് സംവിധാനങ്ങളൊക്കെ ഒത്തൊരുമിക്കുകയാണെങ്കിൽ വിത്തിൻ 2-3 years, മാക്സിമം 5 yearsനുള്ളിൽ ഈ പ്രദേശത്ത് ഒരു കോടതി സമുച്ചയം വരാൻ പോവുകയാണ്. കാരണം അതിൻ്റെ ഡ്രാഫ്റ്റ് പ്ലാൻ ഐ റിസീവ്ഡ് യെസ്റ്റർഡേ. ദ PWD ഡിപ്പാർട്ട്മെന്റ് ഫോർവേഡഡ് ദ draft plan of the proposed Hosdurg court complex is received yesterday. നിങ്ങളെല്ലാവരും ഉണ്ട്, സർക്കാരിൻ്റെ പ്രതിനിധികളുണ്ട്, അഭിഭാഷകരൊക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ പറ്റും. അതിനെല്ലാവരും കൂട്ടായി ഇതേപോലെ ശ്രമിക്കണം. കഴിഞ്ഞ 75 വർഷമായിട്ട് ഈ ബാർ അസോസിയേഷൻ നിലവിലുള്ള ഈ സെന്റർ നൽകി വരുന്ന സേവനം ഇനിയും ജനങ്ങൾക്ക് ഇതേപോലെ തന്നെ കിട്ടട്ടെ. ഈ പരിപാടി ഇനിയും തുടർന്ന് പല പരിപാടികളിലേക്കുള്ള ഉദ്ഘാടനം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസയും നൽകുന്നു. എല്ലാ അനുഗ്രഹവും ഉണ്ടാകും. Thank you, sir. Now I invite Sri C. Suresh Kumar, Special Judge Pokso Hosdurg, to address the gathering. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, ബഹുമാനപ്പെട്ട ജഡ്ജ് ബെച്ചു സാർ, വേദിയിലും സദസ്സിലുമിരിക്കുന്ന മറ്റ് പ്രഗത്ഭ വ്യക്തികളെ, അനുപണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അഭിഭാഷക ഗുമസ്തന്മാരെ, കോടതി സ്റ്റാഫ് അംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഹോസ്ദുർഗ് എന്നത് വെറുമൊരു കോട്ടയുടെ പേരല്ല, മറിച്ച് മഹത്തായ സംസ്കാരവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്തിൻ്റെ കൂടി പേരാണ്. അവിടെ നമ്മുടെ ഹൊസദുർഗിൻ്റെ തൊട്ടടുത്ത് നീതിന്യായ രംഗത്തെ ഒരു കോട്ടയായി മുനിസിപ്പൽ കോടതി നിലനിൽക്കുന്നത് കഴിഞ്ഞ 75 വർഷമായിട്ട് നമുക്കറിയാം. നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളിൽ അവർക്ക് കൈത്താങ്ങായി വെളിച്ചമായി നിന്ന കോടതിയുടെ ഈ 75ാം വാർഷിക ആഘോഷം എന്ന് പറയുന്നത് വെറുമൊരു പ്ലാറ്റിനം ജൂബിലി ആഘോഷം മാത്രമല്ല, മറിച്ച് മഹത്തായ ഒരു പാരമ്പര്യത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ ആഘോഷം കൂടിയാണ്. ഈ അവസരത്തിൽ ഈ പരിപാടിക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Thank you, sir. Now I invite Srimati K.V. Sujata, Municipal Chairperson, Kanjangad Municipality, to felicitate the function.
പ്രിയപ്പെട്ട അധ്യക്ഷൻ കാഞ്ഞങ്ങാടിൻ്റെ ബഹുമാനപ്പെട്ട MLA ശ്രീ ചന്ദ്രശേഖരൻ അവകൾ, അതുപോലെ നമ്മുടെ മുൻസിഫ് കോർട്ട് ഹോസ്ദുർഗിൻ്റെ പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി, ഇവിടെ സന്നിഹിതനായിട്ടുള്ള ഓണറബിൾ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ്, അതുപോലെ ബഹുമാനപ്പെട്ട MB രാജ്മോഹൻ ഉണ്ണിത്താൻ അവർ, കാസർഗോഡിൻ്റെ MLA ശ്രീ എന്നെ തുന്നിക്കുന്ന അവർ, അതുപോലെ മറ്റ് വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ഉദ്ഘാടന വേളയിൽ സംബന്ധിക്കുന്നത്. കാരണം രാജ്യത്തിൻ്റെ നീതിന്യായ ചരിത്രത്തിൽ ഒരുപാട് ഏടുകൾ തുന്നിച്ചേർത്തിട്ടുള്ള ഒരു കോടതിയാണ് ഹോസ്ദുർഗിലെ കോടതി എന്നുള്ളത്. ഒരുപാട് ജീവിതങ്ങൾ മെനഞ്ഞെടുത്തിട്ടുള്ള, ഒരുപാട് ജീവിതങ്ങൾക്ക് വഴികാട്ടിയായിട്ടുള്ള, ഒരുപാട് മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള കോടതികളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളുമായി നടത്താൻ തീരുമാനിച്ചപ്പോൾ മുതൽ ഇതിൻ്റെ സംഘാടകർ ഓരോരുത്തരും അത് എങ്ങനെ ഏറ്റവും മികച്ചതാക്കാം എന്നുള്ള ആലോചനയിലും അതിൻ്റെ പ്രവൃത്തികളിലുമായി. ഇവിടെ മറ്റൊരു സന്തോഷം കൂടിയുള്ളത്, ഒരു അധ്യാപിക എന്നുള്ള രൂപത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് ശിഷ്യരുടെ മുഖങ്ങൾ മുൻപിൽ ഇങ്ങനെ കാണുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു മുഹൂർത്തമാണ്. സഹപ്രവർത്തകരും സഹപാഠികളും ശിഷ്യരുമായിട്ടുള്ള ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. അജയ് ശേഖറും ആനന്ദ് ശേഖറും അതുപോലെ നമ്മുടെ മറ്റു പലരെയും ഞാൻ കണ്ടു. ഡയറക്ടർ നോക്കിയപ്പോൾ കുറേ അധികം പേരുകൾ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഞാൻ നീട്ടി വിളിച്ചിട്ടുള്ള ചില പേരുകളൊക്കെ അതിനകത്ത് കണ്ടിട്ടുള്ളത് വളരെ സന്തോഷം തോന്നി. എന്തായാലും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിൽ യഥാസമയം ശബ്ദിക്കേണ്ടിടത്ത് ഉയർത്തി ശബ്ദമെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അവരൊക്കെ ഉയർന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പും ഭരണഘടനയുടെ നിലനിൽപ്പും ഒക്കെ അപകടത്തിലായിട്ടുള്ള ഈ വർത്തമാന കാലത്ത് സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ അഭയകേന്ദ്രമായി കാണുന്ന ജുഡീഷ്യറിയെ നയിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അതിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ചതാക്കിക്കൊണ്ട് എല്ലാ തലത്തിലും ജനാധിപത്യ സംരക്ഷണത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അതിനെല്ലാവിധ പിന്തുണയും ആശംസയും അർപ്പിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന്റെ സന്തോഷം ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. Thank you, madam. Now I request Advocate C.K. Sridharan, the patron of organizing committee, to address the gathering. ഹോസ്ദുർ കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന അനൽപമായ അഭിമാനബോധത്തോടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന നിങ്ങളെയെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് ഇവിടെ നടന്ന ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുൻ മന്ത്രി, ഇപ്പോഴത്തെ നമ്മുടെ ജനപ്രതിനിധി ഈ ചന്ദ്രശേഖരൻ, ഈ ഏറ്റവും ധന്യമായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ആദരണീയനായ കേരളത്തിലെ പരമോന്നത നീതിപീഠത്തിലെ ചീഫ് ജസ്റ്റിസ് A.J. ദേശായി അവർ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അവർ, അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണക്കുറുപ്പ്, ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീ ബാലകൃഷ്ണൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജാത, പ്ലാറ്റിനം ജൂബിലി ആഘോഷ കമ്മിറ്റിയുടെ വർക്കിംഗ് ചെയർമാൻ പ്രിയപ്പെട്ട ജോസ് അഡ്വക്കേറ്റ്, പോക്സോയുടെ സ്പെഷ്യൽ ജഡ്ജ് സുരേഷ് കുമാർ, അതുപോലെ വേദിയിലിരിക്കുന്ന ചപ്പക്കുട്ടം വക്കീൽ, പ്രിയപ്പെട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ശശിധരൻ, മറ്റ് വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ, ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ നമ്മുടെ ജില്ലയിലെയും ജില്ലയ്ക്ക് പുറത്തുമുള്ള അഭിഭാഷക സുഹൃത്തുക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, പ്രിയങ്കരായ ന്യായാധിപന്മാർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഞാൻ ദീർഘിച്ചൊന്നും സംസാരിക്കുന്നില്ല. 75 വർഷം പിന്നിട്ടിരിക്കുന്നു. 949 ഇവിടെ ഹോസ്ദുർഗിൽ ഒരു മുനിസിപ്പൽ കോടതി വന്നത്. ഈ കോടതി സ്ഥാപിതമായി 18 വർഷം കഴിഞ്ഞപ്പോൾ
1967 ഞാനിവിടെ അഭിഭാഷകനായി എൻറോൾ ചെയ്തത്. അതിനർത്ഥം കഴിഞ്ഞ 56 കൊല്ലം നമ്മുടെ ഈ കോടതിയുടെ തണലിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഓരങ്ങളിൽ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു അഭിഭാഷകനാണ് ഞാൻ എന്ന് വിനയപൂർവ്വം ചൂണ്ടിക്കാണിക്കുകയാണ്. 67 എൻ്റെ എൻറോൾമെന്റ്. ഞാനൊരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു. ഇവിടെ 9 അഭിഭാഷകരുടെ പേരുകൾ പറഞ്ഞു. 49 വന്ന CM K നായർ, NK നമ്പ്യാർ. റിപ്പോർട്ടിൽ ഒരു പെശകുണ്ട്, NT നമ്പ്യാർ എന്ന് എഴുതി. അതല്ല, NK നമ്പ്യാർ. ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. NK നമ്പ്യാർ, VK കുഞ്ഞരാമൻ നായർ, അതുപോലെ KK നായർ, TD നായർ, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, KK നായർ, KP കുമാരൻ നായർ തുടങ്ങിയ മഹാപ്രതിഭകളായിരുന്നു സിവിൽ അഭിഭാഷക രംഗത്തും ക്രിമിനൽ അഭിഭാഷകരുടെ നിരയിലും ഉന്നത ശീർഷരായ ആ 9 HK ലക്ഷ്മണയ്യർ, സീതാറാം, HK ലക്ഷ്മണയ്യരും ആ 9 പേരിൽ ഉണ്ടായിരുന്നു. ആ വന്യരായ മഹാരഥന്മാരായ 49 കാഞ്ഞങ്ങാട് ഒരു കോടതി സ്ഥാപിതമായപ്പോൾ ഇവിടെ പ്രാക്ടീസ് ആരംഭിച്ച ആ ധന്യാത്മാക്കൾക്ക് ഒരു അശ്രുപൂജ അർപ്പിക്കാൻ, ഗുരുപൂജ അർപ്പിക്കാൻ ഞാൻ ഈ പ്ലാറ്റിനം ജൂബിലിയുടെ വേദി ഇവിടുത്തെ സീനിയർ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ വിനിയോഗിക്കുകയാണ്. ന്യായാധിപന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇവിടെ നിന്ന് ഉയർന്നു വന്ന ന്യായാധിപന്മാർ, ഇവിടെ ജസ്റ്റിസ് KA നായരെ കുറിച്ച്, അതുപോലെ ജസ്റ്റിസ് BM തുളസിദാസ്, TK ചന്ദ്രശേഖർ ദാസ്, അതുപോലെ എൻ്റെ ജൂനിയർ ആയിരുന്ന ശ്രീ ജസ്റ്റിസ് NK ബാലകൃഷ്ണൻ തുടങ്ങിയ ന്യായാധിപന്മാരുടെ ഒരു വലിയ നിരയെ സംഭാവന ചെയ്തു. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന VP മോഹൻകുമാർ, ഇവിടുത്തെ ആദ്യത്തെ 9 അഭിഭാഷകരിൽ ഒരാളായിരുന്ന KN കോടൂർ, അഡ്വക്കേറ്റിന്റെ മകനാണ്. ഈ നാടിന്റെ ഒരു അഭിമാനമാണ് അഡ്വക്കേറ്റ് VP മോഹൻകുമാറും എന്നും ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. ഞാൻ ഒരു കാര്യം മാത്രം ഈ സന്ദർഭത്തിൽ വിനയപൂർവ്വം നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വലിയ പൈതൃകം, ഒരു മഹത്തായ പാരമ്പര്യം ഉള്ളൊരു ബാറാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രിമിനൽ അഭിഭാഷകരുടെ രംഗത്ത് ഉയർന്നു വന്ന അഡ്വക്കേറ്റ് K പുരുഷോത്തമൻ, അഡ്വക്കേറ്റ് KV മോഹൻലാൽ, KP കുമാരൻ നായർ തുടങ്ങിയ പ്രതിഭകളുടെ അവരുടെ ഒരു കാൽപ്പാടുകൾ പിന്തുടർന്ന് ഒരുപക്ഷെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ജില്ലാ കോടതികളിലും കേരളത്തിന്റെ പരമോന്നത നീതിപീഠമായ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുമ്പിലും അപ്പീലുകളിൽ ഹാജരായി കേസ് വാദിക്കാനുള്ള ഒരു സന്ദർഭം വിനീതനായ എനിക്ക് ലഭിച്ചത് ഈ നാടിന്റെ സമ്പന്നമായ ആ നിയമരംഗത്തെ പൈതൃകത്തിന്റെ കരുത്തിലാണ് എന്ന് അഭിമാനപൂർവ്വം ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന ഒട്ടനേകം പരിപാടികൾ ഈ പ്ലാൻ ചെയ്തിട്ടുള്ള ഈ ഒരു വർഷക്കാലത്തിനിടയിൽ ഇവിടെ നടക്കുന്ന പരിപാടികൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള വളരെ വലിയ ഒരു കംപ്ലീറ്റ് കമ്മിറ്റ്മെന്റ്, സമ്പൂർണമായ സമർപ്പണം അഭിഭാഷക രംഗത്ത് പുതിയ തലമുറയിലെ പ്രിയപ്പെട്ട അഭിഭാഷക സഹോദരന്മാരും സഹോദരിമാരും പ്രകടിപ്പിക്കണം എന്ന് വിനയപൂർവ്വം, ഉപദേശം എന്ന് കരുതരുത്, ദയവ് ചെയ്ത് അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കും. Thank you, sir. Now I invite Sri C.K. Ratnagaran, Member, Bar Council of Kerala, to deliver the felicitation. ബഹുമാനപ്പെട്ട ഇന്നത്തെ ഈ പരിപാടിയിലെ അധ്യക്ഷൻ ശ്രീ E. ചന്ദ്രശേഖരൻ MLA, ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഹിസ് ലോർഡ്ഷിപ്പ് അഭിഷേക് ജിതേന്ദ്ര ഷാനായി, ഇന്നത്തെ പരിപാടിയിൽ സ്പെഷ്യൽ അഡ്രസ് നടത്തിയ ഹിസ് ലോർഡ്ഷിപ്പ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ സർ, ഇന്നത്തെ പരിപാടിയിൽ ആശംസ പ്രസംഗം നടത്തിയ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, പരിപാടിയിൽ സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ MC ജോസ്, ഇന്നത്തെ പരിപാടിയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീ ശശീന്ദ്രൻ, ആശംസ പ്രസംഗം നടത്തിയ
ശ്രീ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ ഗോപാലകൃഷ്ണക്കുറുപ്പ്, ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീ കെ ബാലകൃഷ്ണൻ, ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീ സുരേഷ് കുമാർ, കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ KV സുജാത, സീനിയർ അഭിഭാഷകൻ ശ്രീ CK ശ്രീധരൻ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ മണികണ്ഠൻ നമ്പ്യാർ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ മണികണ്ഠൻ നമ്പ്യാർ, നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീ അപ്പുക്കുട്ടൻ, മറ്റ് വേദിയിലിരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർമാരെ, അഭിഭാഷക സുഹൃത്തുക്കളെ, കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു കോടതിയാണ് ഹോസ്ദുർഗ് കോടതി. ഉത്തര മലബാറിലെ അറിയപ്പെടുന്ന സിവിൽ ക്രിമിനൽ രംഗത്തെ അഭിഭാഷകരും കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഈ കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നതിന് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുകൂടാതെ എനിക്കിവിടെ വന്ന് അറിയാൻ സാധിച്ചത് ഇവിടെ കോടതിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം അടുത്തു തന്നെ നടക്കുമെന്നുള്ളതാണ്. ചുരുങ്ങിയത് 2 വർഷത്തിനുള്ളിൽ തന്നെ അത്തരത്തിലുള്ള ഒരു കെട്ടിടം പണിത് അതിൽ ഇന്നത്തെ കോടതികളൊക്കെ മാറ്റാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിക്കട്ടെ എന്നും മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. Thank you, sir. Now I invite Sri Manikandan Nambyar, President, Kasaragod Bar Association, to address the gathering. ഈ യോഗത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ His Lordship Sri A.J. Desai, Chief Justice of Kerala, His Lordship Justice Becchu Kurian Thomas, വേദിയിലെയും സദസ്സിലെയും അധീക്ഷരായ വ്യക്തികളെ, അഭിഭാഷക സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നീണ്ട 75 വർഷങ്ങൾ ഈ കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്ന് എത്രമാത്രം മാറ്റം ഈ 75 വർഷത്തിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ രാംദാസ് ബിൽഡിംഗ്, പിന്നെ അപ്പുറം ഒരു അശോക് മഹൽ, ഇങ്ങനെ 4-5 ഓടിട്ട കെട്ടിടങ്ങളും, പിന്നെ നിരത്തിലൂടെ ഓടിപ്പോകുന്ന സൈക്കിളുകൾ, പിന്നെ സാധനങ്ങൾ കയറ്റാൻ വരുന്ന കാളവണ്ടികൾ. ആ യുഗത്തിൽ നിന്ന് എത്ര വലിയ മാറ്റമാണ് കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ആ മാറ്റത്തെ പ്രതിരോധിച്ചുകൊണ്ട് വലിയ മാറ്റമൊന്നും വരാതെ നിന്ന ഒരു സംവിധാനമാണ് നമ്മുടെ കോടതി കെട്ടുകിടക്കും. ഈ മാറ്റത്തെ പ്രതിരോധിക്കാനുള്ള ഈ കഴിവിൻ്റെ ഒരു ആരാധകനാണ് ഞാൻ. സത്യത്തിൽ എല്ലാവരും കോടതികളുടെ സ്പീഡിനെ കുറിച്ച് പറയുന്നു. അത് വളരെ വൈകിയാണ് നീതി ലഭിക്കുന്നതെന്ന് പരാതിപ്പെടുന്നു. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് സ്പീഡ് ത്രിൽസ് ബട്ട് ഇറ്റ് കിൽസ് എന്നാണ്. അതുകൊണ്ട് അധിക വേഗതയിൽ പോകുന്ന ഒരു സംവിധാനത്തിനും മാറ്റം അതിശക്തമായി വരുന്ന മാറ്റത്തിനും പ്രതിരോധത്തിന് ശേഷിയുള്ള ഒരു സംവിധാനമായിട്ട് ആണ് ഈ കോടതി സംവിധാനങ്ങളെ സത്യത്തിൽ ഞാൻ കാണുന്നത്. സൂര്യൻ കിഴക്ക് തന്നെ ഉദിക്കണം, അത് പടിഞ്ഞാറ് തന്നെ അസ്തമിക്കണം. അതൊരു ലോകക്രമമാണ്. അതിന് വേഗത ഒരേ താളക്രമത്തിലാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതി സംവിധാനങ്ങളും ഞാൻ ഒരു ഈസോപ്പ് കഥയുടെ പശ്ചാത്തലത്തിലാണ് കാണുന്നത്. ഈസോപ്പിന്റെ ഒരു പഴയ കഥ, ഒരു പ്രദേശത്ത് വലിയ ക്ഷാമം ഉണ്ടാവുകയാണ്. ആ ക്ഷാമപ്രദേശത്തിൽ നിന്ന് ആളുകൾ ഒരു വയോധികനായ മനുഷ്യന്റെ നേതൃത്വത്തിൽ പലായനം ചെയ്യുകയാണ്. ദീർഘദൂരം പലായനം ചെയ്യുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ധാന്യങ്ങൾ ഇടയ്ക്കിടെ അത് ഓരോ ആൾക്കാരും പങ്കുവെച്ച് തീരുകയാണ്. ഏറ്റവും ഒടുവിൽ ആ വൃദ്ധന്റെ കയ്യിൽ ഒരു ചെറിയ ധാന്യമണികളുടെ ഒരു ചെറിയ കെട്ടുണ്ടായിരുന്നു. അത് തട്ടിപ്പറിക്കാനും അത് എടുക്കാനും ആളുകൾ ശ്രമിക്കുകയും അദ്ദേഹത്തെ അത് ചെലവഴിക്കാൻ, അത് അന്നത്തെ ആഹാരമാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പാടില്ല, നാം ഒരു പ്രദേശത്തെത്തും, നദികളുള്ള ഒരു പ്രദേശത്തെത്തും, അവിടെ നമ്മൾക്ക് വിതക്കാനുള്ള നാളത്തെ ആഹാരത്തിന്റെ വിത്തുകളാണിത്. ആ വൃദ്ധൻ അവരോട് പറഞ്ഞത്. ഒരുപക്ഷെ അവർ ആ തീരത്തെത്തിയിട്ടുണ്ടാവാം. ആ വിത്ത് വിതക്കുകയും പുതിയൊരു തലമുറയ്ക്ക് വേണ്ടിയുള്ള ആഹാരം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടാവാം. വസന്തത്തെ പ്രതീക്ഷിച്ച് നടക്കുന്ന ആ വൃദ്ധനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം, കോടതിയും അതിന്റെ സംവിധാനങ്ങളും. ഈ വരുന്ന 1 വർഷത്തെ നീണ്ട ആഘോഷങ്ങൾക്ക് ഇടയിൽ
ഈ സംവിധാനങ്ങളുടെ ജനങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടുത്താനും അതിനെ എല്ലാ സുതാര്യതയോടുകൂടിയും അത് മനസ്സിലാക്കാനും ആളുകൾക്കും ജനങ്ങൾക്ക് അവസരമുണ്ടാകട്ടെ, അതിനെ ഈ ആഘോഷ സംഘാടകർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ എല്ലാ ആഘോഷങ്ങൾക്കും കാസർഗോഡ് ബാർ അസോസിയേഷന്റെ പിന്തുണയും വിജയാശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തേണ്ട അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇനി ഈ ചടങ്ങിന് നന്ദി പ്രകാശനം മാത്രമേ ബാക്കിയുള്ളൂ. അതിന് മുമ്പായി ഈ ചടങ്ങ് ഔദ്യോഗികമായി അവസാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇഫ്താർ സംഗമവും അതുപോലെ തന്നെ സാംസ്കാരിക സംഗമവും കൾച്ചറൽ പ്രോഗ്രാംസും നടക്കുന്നുണ്ട്. മുഴുവൻ ആൾക്കാരെയും ഇഫ്താർ സംഗമത്തിലേക്കും കൾച്ചറൽ പ്രോഗ്രാമിലേക്കും സ്നേഹപൂർവ്വം മുൻകൂട്ടി തന്നെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങ് തുടരുകയാണ്. May I invite the chairman of our program committee, Sri P. Apukuttan, to propose vote of thanks. ഹൃദ്യമായ ഈ ചടങ്ങിലെ അധ്യക്ഷൻ നമ്മുടെ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ ഇ ചന്ദ്രശേഖരൻ MLA, ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് AJ ദേശായി അവർകളെ, ജസ്റ്റിസ് AJ ദേശായി അവർകളെ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുള്ള ശ്രീ ബിച്ചു കുര്യൻ, ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് അവർകളെ, നമ്മുടെ ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കാസർഗോഡ് MLA ശ്രീ NA നെല്ലിക്കുന്ന്, നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ ഗോപാലകൃഷ്ണക്കുറുപ്പ്, നമ്മുടെ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ശ്രീ KK ബാലകൃഷ്ണൻ, നമ്മുടെ പോസ്കോ സ്പെഷ്യൽ ജഡ്ജ് ശ്രീ സുരേഷ് കുമാർ C, കാഞ്ഞങ്ങാട് നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി KV സുജാത, കാഞ്ഞങ്ങാട് ബാറിൻ്റെ നമ്മുടെ എല്ലാം ഒരു സ്വകാര്യ അഭിമാനമായിട്ടുള്ള അഡ്വക്കേറ്റ് CK ശ്രീധരൻ, ശ്രീ CK രത്നാകരൻ, കാസർഗോഡ് ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ മണികണ്ഠൻ നമ്പ്യാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ വർക്കിംഗ് ചെയർമാൻ, സംഘാടക സമിതിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ MC ജോസ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കാഞ്ഞങ്ങാട്ടെ അഭിഭാഷകരുടെയും പൊതുസമൂഹത്തിൻ്റെയും എല്ലാം കാര്യത്തിൽ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു ചടങ്ങിനാണ് നമ്മൾ ഈ സായാഹ്നത്തിൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഇത്തരം ചടങ്ങുകൾ വ്യയമാവില്ല എന്ന് വളരെ ശരിയായ നിലയിൽ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയിട്ടുള്ള ആദരണീയായ ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് പ്രസ്താവിച്ചത് വളരെ ശരിയായിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ആദ്യകാലത്ത് അഭിഭാഷകരുടെ പേരൊക്കെ ഇവിടെ പറയുമ്പോൾ ഞങ്ങളിൽ ചിലർ നോസ്റ്റാൾജിയയുടെ ഗൃഹാതുരത്വത്തിൻ്റെ തടവിലായിരുന്നു. യഥാർത്ഥത്തിൽ ആ കാലത്തെക്കുറിച്ച് ഓർമ്മിച്ചു പോയി. ഇതിൽ പേര് പറഞ്ഞിട്ടുള്ള ചിലരൊഴിച്ച് CMK നായരും NK നമ്പ്യാരും KN കോടോത്തും അവർ ആ 3 പേരൊഴിച്ച് ബാക്കി എല്ലാവരുമായിട്ടും നേരിട്ട് ഇടപഴകാനും അവരുമായി കേസ് നടത്താനും അവസരമുണ്ടായിട്ടുള്ള സന്ദർഭം ഞാൻ ഇവിടെ ഇരുന്ന് ഓർത്തു പോയിട്ടുണ്ട്. ഞാൻ പേര് പറഞ്ഞ 3 പേര് അറിയാത്തവരല്ല, അവരെ അറിയാം, കണ്ടിട്ടുണ്ട്. പക്ഷേ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് മാത്രമാണ്. തീർച്ചയായിട്ടും ആ പഴയ അഭിഭാഷകൻ, പഴയ തലമുറയിലെ അഭിഭാഷകർ, ഇവിടെ CK വക്കീൽ ശരിയായിട്ടുള്ള നിലയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അവർ നമ്മുടെ ബാറിൻ്റെ അഭിമാനങ്ങളായിട്ടുള്ള രത്നങ്ങളാണ്. അവരുടെ പേരിലാണ് തീർച്ചയായിട്ടും ഇവിടെ പ്രസംഗിച്ച ന്യായാധിപന്മാരെല്ലാം തന്നെ കാഞ്ഞങ്ങാട് ബാറിൻ്റെ പ്രശസ്തി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ പാരമ്പര്യം നമുക്ക് തുടരണം, ആ നന്മ നമുക്ക് വളർത്തണം. 9300 എന്നുള്ള എണ്ണത്തിൽ അഭിമാനിക്കലല്ല,
നമുക്ക് ഗുണത്തിലും അവരുടെ നിലയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് നീങ്ങണം. അതായിരിക്കണം നമുക്ക് ഈ ജൂബിലി ആഘോഷം പിന്നെ നൽകേണ്ടുന്ന സന്ദേശം എന്ന് ആമുഖമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങ് ധന്യമാക്കിയ സാന്നിധ്യം കൊണ്ടും അതുപോലെ തന്നെ പങ്കാളിത്തം കൊണ്ടുമെല്ലാം ഈ ചടങ്ങ് ധന്യമാക്കിയിട്ടുള്ള എല്ലാവരോടും നന്ദി പറയുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ചുമതല. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ചീഫ് ജസ്റ്റിസിനെ തന്നെ കിട്ടി. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആദരണീയനായിട്ടുള്ള ശ്രീ എ.ജെ. ദേശായിയെ തന്നെ കിട്ടി. അതൊരു വലിയ സൗഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും പങ്കാളിത്തവും ഈ പരിപാടി ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു തലത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. സർ, യുവർ പ്രസൻസ് ഹാസ് മെയ്ഡ് ദിസ് ഫംഗ്ഷൻ an unforgettable event. On behalf of the organizing committee and on behalf of all who are present here, I express hearty thanks to you, sir. പിന്നെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുള്ള നമ്മുടെ ആദരണീയനായിട്ടുള്ള ജഡ്ജ്, ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ്, തീർച്ചയായിട്ടും പുതിയ തലമുറയിലെ അഭിഭാഷകരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ അദ്ദേഹം ശരിയായിട്ടുള്ള നിലയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം നൽകിയിട്ടുള്ള സന്ദേശം വളരെ വിലപ്പെട്ടതാണ്. ഓർഗനൈസിംഗ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. തിരക്കുകൾക്കിടയിലും രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇവിടെ എത്തി ആശംസകൾ അർപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയോട് നമുക്കുള്ള കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കാസർഗോഡ് MLA എന്നെ നെല്ലിക്കുന്നു, അദ്ദേഹം സമയത്ത് തന്നെ വന്ന് ആശംസാ പ്രസംഗം നടത്തി പോയിരിക്കുകയാണ്. അദ്ദേഹത്തോടുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ ഗോപാലകൃഷ്ണ കുറുപ്പ് തിരക്കുകൾക്കിടയിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയ കാര്യമൊക്കെ പറഞ്ഞു. പ്രധാനപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ ഇതിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞതാണ്. ആ നിലയിൽ സമയത്ത് തന്നെ ഇതിൽ പങ്കെടുക്കാനെത്തി. പുതിയ അഭിഭാഷക സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം ഇവിടെ വരച്ച് കാണിച്ചു. ഓരോ വർഷവും ഈ സമൂഹത്തിലേക്ക് കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നതിനെ സംബന്ധിച്ച് ഗൗരവപൂർവ്വം ചിന്തിക്കണമെന്നുള്ള ഒരു ആശയം അദ്ദേഹം ഈ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഒരു വർഷക്കാലത്തെ ആഘോഷത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കാം. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് ആശംസകൾ അർപ്പിച്ച നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ ഗോപാലകൃഷ്ണ കുറുപ്പിന് സംഘാടക സമിതിയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ജില്ലാ ജഡ്ജ് അദ്ദേഹം നമ്മുടെ കോടതിയുടെ കാര്യങ്ങളും പുരോഗതിയും ഒക്കെ തന്നെ സ്വന്തം കാര്യം പോലെ കരുതി അതിൽ ആവശ്യമായിട്ടുള്ള വേണ്ട റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന, നമുക്കെല്ലാം പ്രോത്സാഹനം നൽകുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ്. ഈ ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ കരസ്പർശമുണ്ട്. ആ നിലയിൽ നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, ഇവിടെ ആശംസാ പ്രസംഗം നടത്തിയിട്ടുള്ള ജില്ലാ ജഡ്ജ് ശ്രീ കെ ബാലകൃഷ്ണനെയും ഞാൻ സംഘാടക സമിതിയുടെ പേരിൽ അഭിനന്ദനം അറിയിക്കുക, നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ പോക്സോ ജഡ്ജ് ശ്രീ സുരേഷ് കുമാറിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ്. നമ്മുടെ എല്ലാ പരിപാടികളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പിന്തുണ നല്ലപോലെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ശ്രീ സുരേഷ് കുമാർ ഞാൻ സംഘാടക സമിതിയുടെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ സുജാത ടീച്ചർ കാഞ്ഞങ്ങാട് നഗരസഭയുടെ ചെയർപേഴ്സണാണ്. നമ്മുടെ കോടതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലെല്ലാം, ബാർ അസോസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലെല്ലാം നല്ല താല്പര്യത്തോടു കൂടി ഇടപെടുക, എപ്പോഴും സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു വനിതയാണ് നമ്മുടെ ചെയർപേഴ്സൺ. ഭാവിയിലും ആ സഹായങ്ങളെല്ലാം ഉണ്ടാവണം. ഈ ആഘോഷം ഇനി ഒരു വർഷം നീണ്ടു നിൽക്കേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും
ശ്രീമതി KV സുജാത ചെയർപേഴ്സണായിട്ടുള്ള നഗരസഭയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് വന്ന് ഞങ്ങളെ ആശംസിച്ചതിന് ശ്രീമതി KV സുജാതയും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. CK വക്കീലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. കേരളത്തിലെ ഏത് കോടതിയിലും അന്വേഷിച്ചാൽ കാഞ്ഞങ്ങാട്ടിൻ്റെ പേര് അറിയുന്നത് ഇന്ന് CK വക്കീലിലൂടെയാണ്. ഈ പ്രായത്തിലും കേരളത്തിലുടനീളം ഓടി നടന്ന് ക്രിമിനൽ കേസുകൾ നടത്തുന്ന ആളാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ പേട്രനാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും വളരെ സന്തോഷകരമായിട്ടുള്ള ഒന്നാണ്. CK വക്കീലിനും സംഘാടക സമിതിയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇവിടെ ആശംസ അർപ്പിച്ച് സംസാരിച്ച CK രത്നാകരൻ ബാർ കൗൺസിൽ ഓഫ് കേരളയുടെ മെമ്പറാണ്. താല്പര്യപൂർവ്വം നമ്മുടെ പരിപാടിയെ ആശംസിച്ച CK രത്നാകരനും നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ കാസർകോട്ടെ ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ മണികണ്ഠൻ നമ്പ്യാർ അദ്ദേഹവും അദ്ദേഹം നേതൃത്വം നൽകുന്ന ബാർ അസോസിയേഷൻ കാസർഗോഡും എല്ലാ കാര്യത്തിലും കാഞ്ഞങ്ങാട്ടെ സഹോദരന്മാരെ സഹായിക്കുന്ന നിലപാടാണ് സാധാരണ എടുക്കാറുള്ളത്. ഇവിടെ വന്ന് നമുക്ക് ആശംസകൾ അർപ്പിച്ച ശ്രീ മണികണ്ഠൻ നമ്പ്യാരെ, കാസർഗോഡ് ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റിനെ നമ്മുടെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ 2:30 ആരംഭിച്ചിട്ടുള്ള സെമിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പങ്കെടുത്ത് പ്രൗഢമായിട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള നമ്മുടെ അസഫ് അലിയും അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ പോളും അവർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. സെബാസ്റ്റ്യൻ പോൾ കുറച്ച് നേരത്തെ പോയി. അസഫ് അലി ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സംരംഭത്തോട് അവർ വലിയ പിന്തുണയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അവരുടെ സാന്നിധ്യത്തിനും പങ്കാളിത്തത്തിനും സംഘാടക സമിതിയുടെ പേര് ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ ജില്ലയിലെ ന്യായാധിപന്മാരെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. നമ്മുടെ പരിപാടിയിൽ നമ്മുടെ കൂടെ നമ്മളിൽ ഒരാളായിട്ട് അവർ അഭിഭാഷകരെ പോലെ തന്നെ അവരുടെ കാര്യമായിട്ട് ഏറ്റെടുത്ത് അവർ എല്ലാ സഹകരണവും തന്നിട്ടുണ്ട്. ഈ പരിപാടിയിലും അവർ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ പങ്കാളിത്തത്തിനും അവരുടെ സാന്നിധ്യത്തിനും ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി നന്ദി പറയേണ്ടത് നമ്മളെ നല്ല നിലയിൽ സഹായിച്ചിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡയാണ്. നമ്മുടെ അഭിഭാഷക സുഹൃത്തായിരുന്ന ശ്രീജിത്ത് ഇന്നതിന് ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഈ ഇടയ്ക്ക് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ നമ്മുടെ ബാർ അസോസിയേഷനും അഭിഭാഷകരും ഈ ജൂബിലി ആഘോഷം നടത്തുന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത്. അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ബാങ്കിനെ കൊണ്ട് സഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചു. നമുക്ക് ഈ പന്തലും മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കിത്തന്നു. ബാങ്ക് ഓഫ് ബറോഡക്കും അതിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീജിത്തിനും ഈ സന്ദർഭത്തിൽ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ഈ മനോഹരമായിട്ടുള്ള പന്തലും ഈ സൗകര്യങ്ങളും ലൈറ്റ് ആൻഡ് സൗണ്ടും ഒക്കെ തന്നെ ഒരുക്കി തന്നത് ശോഭ മാണിയാട്ടാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ പരിപാടി ഇത്ര ഭംഗിയാക്കുന്നതിന് ഉള്ള അന്തരീക്ഷം ഇവിടെ ഒരുക്കുന്നതിന് അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അവർക്കും ശോഭ മാണിയാട്ടിനും സംഘാടക സമിതിയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണ ഇതുപോലൊരു പരിപാടിക്ക് മുമ്പ് ഒരിക്കലും ലഭിച്ചിട്ടുണ്ടാവില്ല. അത്രയും പിന്തുണയാണ് എല്ലാ കാര്യത്തിലും. നമ്മുടെ ഓരോ പരിപാടിയും പത്രത്തിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് തുടക്കം മുതൽ നമുക്കൊരു മാധ്യമ കമ്മിറ്റിയുണ്ട്. അതിൻ്റെ കൂടി പിന്തുണയോടുകൂടി മാധ്യമ സുഹൃത്തുക്കളെല്ലാം സഹകരിച്ചിട്ടുണ്ട്. നല്ല വാർത്താ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അത് പൊതുവിൽ നമ്മുടെ ആഘോഷം ജനങ്ങളിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായകരമായിട്ടുണ്ട്. ഇവിടെ സന്നിഹിതരായ മാധ്യമ പ്രവർത്തകരെ എല്ലാം തന്നെ സംഘാടക സമിതിയുടെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. മാധ്യമ പ്രവർത്തകർ ഇവിടെ വന്നവർ മാത്രമല്ല, ഇതുമായി സഹകരിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. തുടർന്നും നമുക്ക് ആ നിലയിൽ തന്നെയുള്ള സഹകരണം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഒരു മാധ്യമ സെമിനാർ തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു മാധ്യമ സെമിനാറും നമ്മുടെ ആലോചനയിലുണ്ട്. അക്കാര്യം കൂടി അറിയിക്കുകയാണ്. മാധ്യമ സുഹൃത്തുക്കൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ജില്ലയിലെ ന്യായാധിപന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞു. അവർക്കെല്ലാം ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. അധ്യക്ഷനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ സംഘാടക സമിതിയുടെ ചെയർമാനാണ്. ആ നിലയിൽ
അദ്ദേഹം നമ്മുടെ ഭാഗമാണ്. അദ്ദേഹത്തോട് നന്ദി പറയുന്നത് ഒരു അതിര് കവിഞ്ഞ കാര്യമായിരിക്കും, അതിന് ഞാൻ മെനക്കെടുന്നില്ല. അതുപോലെ തന്നെ വേദിയിലുള്ള ശ്രീ MC ജോസ് നമ്മുടെ വർക്കിംഗ് ചെയർമാനാണ്, നമ്മുടെ ആഘോഷ കമ്മിറ്റിയുടെ സംഘാടക സമിതിയുടെ ഭാഗമാണ്. എന്നാലും ഔപചാരികതയുടെ പേരിൽ ചെയർമാനും വർക്കിംഗ് ചെയർമാനും കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വൈകുന്നേരം ഇത്ര സാർത്ഥകമായിട്ടുള്ള നിലയിൽ ഒരു ചടങ്ങ് നടത്താൻ സഹായിച്ച ഇവിടെ ഒഴുകിയെത്തിയിട്ടുള്ള അഭിഭാഷകരെയും കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഈ സംരംഭത്തിൽ സഹകരിച്ച എല്ലാവരെയും സംഘാടക സമിതിയുടെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നന്ദി ഭാഷണം അവസാനിപ്പിക്കും. Please raise for the national. The formal inauguration of Platinum Jubilee celebrations of Hostur Court